നിങ്ങൾ ഈ പറയുമ്പോഴാണ് ഇതിന് ഞങ്ങളും കൂടെ ചിന്തിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പം ഞാനും ഇപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ പോവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് അബ്ദുൽ ഖാദറോ അല്ലെങ്കിൽ സിദ്ദിഖോ അപ്പോൾ ദുബായിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പോകുന്ന സമയത്ത് നിങ്ങൾ ആരോടോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ നോക്കാൻ പറയാം. അമ്പലം ക്ലീൻ ചെയ്യും, പള്ളി ക്ലീൻ ചെയ്യും, മോസ്ക് ക്ലീൻ ചെയ്യും. അന്ന് മോസ്ക് ക്ലീൻ ചെയ്യപ്പെട്ട പ്രസിഡന്റ് ഭാഗം പിന്നീട് 6 മാസം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അങ്ങനെ കുറേ വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ട് അമ്പലത്തിനടുത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഒരാൾ ഒരു കാര്യമില്ലാതെ എന്നോട് കൃഷി ചോദിച്ചു. അപ്പം എന്താണ് മലപ്പുറത്ത് നിന്ന് കുറേ മുസ്ലിംമാർ തന്നെ ലോറിയിൽ ക്ലീനിങ്. അപ്പം അങ്ങനെ അവിടുന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ട് ഏലൂക്കരയിൽ നിന്ന് ഇങ്ങോട്ട് ദേശം തല്ലിക്ക് തിന്നിട്ട് അവിടെ വലിയൊരു അമ്പലമാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് അവിടെ പൂജാരിക്കോടെ ആയിരിക്കുന്നില്ല. പക്ഷെ അതിൽ ഈ നമ്മൾ പറയല്ലോ ചില അധികാരികളെന്ന് പറയുന്ന അധികാരമില്ലാത്ത അധികാരം കാണിക്കുന്ന ചിലന്മാരുണ്ട്. അതെ, ഇത് മുസ്ലിംസ് ഒന്നും കയറാൻ പറ്റാത്ത നിന്നിട്ട് അധികം അപ്പം അകത്തുനിന്ന് നമ്മൾ ചെമ്പത്തൊക്കെ ചളിയിലിങ്ങനെ സേവിക്കുന്ന എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് എവിടെയും എന്തൊക്കെ മൂക്കനകത്തടക്കം വെള്ളം വന്ന് കയറിയ സമയത്ത് ആരാ തനിക്ക് ചാപ്പാട് കൊണ്ടുവന്നു എന്താന്ന് നോക്കിയില്ല. ആ സമയത്ത് പ്രസ്ഥാനം വാങ്ങി അടിച്ചു. ഇപ്പൊ തനിക്ക് പറഞ്ഞ വേദന. നമസ്കാരം. വളച്ചൊടിച്ച വാർത്തകളും പാപ്പരാസികളുടെ പതിവ് ചോദ്യങ്ങളും ഒന്നുമില്ല. സത്യം സത്യമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുന്നു. ബ്രൂട്ടലി ഹോണസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒപ്പം ഉള്ളത് മേജർ രവി സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞങ്ങളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാനായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചു. പക്ഷെ ഞങ്ങൾക്ക് വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല. അത് കാരണം കൊണ്ട് എല്ലാവരും അപ്പം തന്നെ റിജക്ഷൻ അടിച്ച്. പക്ഷേ സാറ് മാത്രമാണ് ഞങ്ങളുടെ ഒരു മിഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ചെയ്യട മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. സാറിന് ആദ്യം തന്നെ ഒരു പ്രതിഫലേച്ഛയില്ലാതെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് സാറിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. താങ്ക് യു സാർ. സാറിനെ പറ്റി മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സാധാ ജവാനായിട്ട് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുകയും തുടർന്ന് ഒരു ഓഫീസർ ആവുകയും രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസുകൾ നടത്തുകയും മലയാളികളെ എല്ലാവരെയും കോരിത്തെരിപ്പിക്കുന്ന ലാലേട്ടനെ വെച്ചുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുകയും അത് സംവിധാനം ചെയ്യുകയും ചെയ്തു. ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്രചോദനം നൽകിയ വലിയൊരു സംവിധായകൻ. ഇപ്പോൾ സാറ് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലാണെന്ന് അറിയാം. അങ്ങനെയാണോന്ന് ചോദിക്കാൻ പാടില്ല. സാർ ഇപ്പോഴും നല്ല എനർജറ്റിക് ആണ്. ഇനിയുള്ള കുറച്ച് നാളത്തേക്ക് സാർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കേരളത്തിന് വേണ്ടി ചെയ്യുക, ഞങ്ങൾ യുവാക്കൾക്ക് വേണ്ടി ചെയ്യുക എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ട് നമുക്കൊരു ഡിബേറ്റ് പോലെ സംസാരിച്ച് പോവാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു എലക്ഷൻ പടിവാതിലിൽ വന്ന് നിൽക്കുവാണല്ലോ. UDFും LDFും NDAയും ആക്റ്റീവായിട്ട് തന്നെ ചിത്രത്തിലുണ്ട്. ഇനി എന്തായിരിക്കും ഒരു കേരളത്തിൻ്റെ ഭാവി? തുടർഭരണം ഉണ്ടാവുമോ, അതോ ഒരു കറുത്ത കുതിരയ്ക്ക് ഇവിടെ സാധ്യതയുണ്ടോ? എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? ആ കറുത്ത കുതിര മനസ്സിലായില്ല. അതായത് UDFനെയും LDFനെയും ഞെട്ടിച്ചുകൊണ്ട് NDA മുന്നണി മുഖ്യധാരയിലേക്ക് വരുമോ, അധികാരം പിടിച്ചെടുക്കുമോ? അത് ഞാനിപ്പം നിങ്ങളുടെ ഇവിടുത്തെ ചില CPMൻ്റെ പാർട്ടി സെക്രട്ടറി ഒക്കെ പറയുന്ന പോലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊന്നും പറയുന്നില്ല. BJPക്കാരനായതുകൊണ്ട് BJP പിടിക്കും. ഞാൻ വാജ്പേയി സാഹിബിനെയാണ് ഈ സമയത്ത് ഓർക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കോൺഗ്രസ് ലോക്സഭയിൽ ഇരുന്നുകൊണ്ട് കളിയാക്കി, ദോ ആദ്മികളിലേക്കോ കോണമേ ബൈഠ് ജാओ ബസ് എന്ന് പറഞ്ഞ് 2 ആൾക്കാരെ നിങ്ങൾ ആ മുക്കിലിരുത്തിയിട്ട് അവിടെ ഇരുന്നു. അന്ന് വാജ്പേയി സാഹിബും ഉണ്ടായിരുന്നു, പിന്നെ ആരാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് നിങ്ങൾ ചിരിക്കുന്നു ഞങ്ങളെ നോക്കിയിട്ട്, ഒരിക്കലും ഇന്ത്യക്കാർ വിചാരിക്കുന്നുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർ വിചാരിക്കില്ല ഇതുപോലെ ഒരു ദിവസം വരും, ഞങ്ങൾ അവിടെ ഇരിക്കും. 2/3 300-ൽ കൂടുതൽ ആളുകളുമായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ നോക്കി ചിരിക്കാൻ നിങ്ങൾ പോലും ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ആ ഒരവസ്ഥ ആദ്യത്തെ മോദി ഗവൺമെൻറ് വന്നപ്പം ഉണ്ടായതാണ്. പാർലമെൻറ്റിൽ
ലോക്സഭയിൽ ഒപ്പോസിഷൻ ഇല്ലാത്ത 5 വർഷം പോയിട്ടുള്ളത് അതായിരുന്നു. കാരണം ഒപ്പോസിഷൻ ലീഡർക്ക് ക്വാളിഫിക്കേഷൻ വേണ്ട ആ ഒരു 10% വോട്ട് പോലും ഇല്ലാതെ ആ മെമ്പേഴ്സ് പോലും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി. വെറും 40 42 അതിൽ ഭാഗ്യത്തിന് കേരളത്തിൽ നിന്ന് 19 പോയതുകൊണ്ട് അതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, ഒരു 20 ഒതുങ്ങുമായിരുന്നു. വാജ്പേയി സാബ് പറഞ്ഞ ആ 2-ൽ നിന്ന് 20, 2-ൽ കൂടെ ഒരു 0 കൂടെ ചേർത്ത്. രാഷ്ട്രീയം ഇതാണ്. ഒരു പാർട്ടീനെയും നിങ്ങൾ എഴുതി തള്ളേണ്ട ആവശ്യമില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടീനെ ഏകദേശം നമുക്ക് ഷുവറായിട്ട് തള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നല്ലൊരു പാർട്ടി, നല്ല ആശയങ്ങളുണ്ടായത്, ഇന്ന് ഒരാശയമില്ലാത്ത കുറേ ചെറുപ്പക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിനെ DYF എന്ന് വിളിക്കുന്നു, SFI എന്ന് വിളിക്കുന്നു, പലതും വിളിക്കുന്നു. അക്രമാസക്തമായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, പിന്നെ ഒരു എത്തിക്സും ഇല്ലാത്ത സംസാരങ്ങൾ. ചാനൽ ചർച്ചയിൽ വരുന്നവന്മാർ പോലും മറ്റുള്ളവൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നതായിട്ടുള്ള സംസ്കാരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ പാർട്ടിയിൽ നിന്ന്. ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവന് ആ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കുക. പക്ഷെ അതെങ്ങനെ, പാർലമെൻറ്റിലിപ്പം ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പോലും ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് ചില ഡെക്കോറംസ് ഉണ്ട്, ചില ഡ്രസ് കോഡുകളെന്നൊക്കെ പറയും. പട്ടാളത്തിനകത്ത് നിങ്ങൾ ഒരു പാർട്ടിക്ക് മെസ്സിനകത്തോട്ട് വരുമ്പോൾ ചെരുപ്പിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറ്റില്ല. അതുപോലെ തന്നെ അതിൽ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓപ്പൺ കോളർ എന്ന് പറഞ്ഞാൽ കോളറുള്ള ഷർട്ടും ഇൻസൈഡ് ചെയ്തിട്ടുള്ള പാൻറ്റും ആയിരിക്കണം. അതേപോലെ തന്നെ ചില സമയത്ത് നാഷണൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ആ നാഷണൽ ഡ്രസ്സ് ഇടാം. പക്ഷേ പട്ടാളത്തിൽ ആ നാഷണൽ ഡ്രസ്സ് പോലും പെർമിറ്റ് ചെയ്യില്ല. അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ചില സാങ്ക്ടിറ്റികളുണ്ട്. അതില്ലാത്തൊരു കാലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ സ്പീക്കറിനെ കയറിയിട്ട് അരേ യാറെന്ന് പറഞ്ഞാൽ ഹിന്ദിയിലൊക്കെ പറഞ്ഞാൽ ഡേ, ഇതാണ് മലയാളത്തിൽ ആ ഒരു ടോണിലാണ് വരുന്നത്. ആ ലെവലിലേക്കൊക്കെ പോയിരിക്കുന്ന ഒപ്പോസിഷൻ നമ്മൾ കാണുന്നു. അപ്പം ഇന്നിപ്പം എൽഡോ പറഞ്ഞ ഈ BJPക്ക് കേരളത്തിൽ എന്ത് എന്നുള്ളത്, ഇത് മുനിസിപ്പൽ ഇലക്ഷൻ മുന്നേ നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്തേറൊക്കെ ചോദിച്ച് കളിയാക്കിയിരുന്നാണല്ലോ ഇവിടുത്തെ മുന്നത്തെ ചെയർപേഴ്സൺ, എന്താണ് പറയുന്നത്, മുനിസിപ്പൽ മേയർ ട്രിവാൻഡ്രത്ത്, ചിരിച്ചുകൊണ്ട്. അതും ഒരു കളിയാക്കുന്നൊരു ചിരിക്കലാണ്. ഇപ്പം കളിയാക്കാൻ പോലും ആ ഫേസ് പോലും കാണാനില്ല ഒരു TV-യിൽ. ആ ലെവലിൽ പോയില്ലേ. ജനങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾക്കിട്ട് അടി തരിക എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ പാർട്ടി എന്ന് പറഞ്ഞ് ഭ്രാന്തം പിടിച്ച് നടക്കുന്ന കുറച്ച് വിവരദോഷികളുണ്ട്. അവർ ചിന്തിക്കില്ല. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തലയിൽ കയറ്റിയിരിക്കുന്നത് ഇതാണെല്ലാം. പക്ഷേ അവരൊരു മുതലാളിമാരെ നോക്കുന്നില്ല. ഞാനിന്നും തലച്ചുകൊണ്ടുപോയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്നും എൻ്റെ വീട്ടിനകത്തൊരു കമ്പിരാന്തലും കത്തിച്ചുകൊണ്ട് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഇവരെല്ലാം ഈ നേതാക്കന്മാരെല്ലാം മക്കൾ പഠിക്കുന്നത് ഫോറിനിലും വേറെ യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നു. അതേപോലുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റി ഇവിടെ വരാൻ പാടില്ലെന്ന് സമരം ചെയ്യാൻ പഠിപ്പിച്ച നേതാക്കളുടെ മക്കളിൽ എത്ര നേതാക്കളുടെ മക്കളാണ് ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റിനെയാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് പിന്നെ അത് പറയാത്തതുകൊണ്ട് പ്രശ്നമില്ല. ജനതാ പാർട്ടി അത് പറഞ്ഞിട്ടില്ല, ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ എല്ലാം ചോദിച്ചിട്ടുള്ളതിനുള്ള ഉത്തരം ഇതാണ്. കാരണം അങ്ങനെ എഴുതിത്തള്ളല്ലേ. പിന്നെ എൻ്റെ രാഷ്ട്രീയ നിലപാട് BJP തന്നെയാണ്, ശരിയാണ്. ഇത്രയും കാലം ഞാൻ സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞ സമയത്ത് പലപ്പോഴും പാർട്ടി പ്രസിഡൻറ്റും എല്ലാവരും വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്, പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഏരിയ മാർക്കറ്റിന് ഞാൻ അവിടുത്തേതായിട്ടുള്ള പല കാര്യങ്ങളും നോക്കി കാണുന്ന സമയത്ത് BJPക്ക് വലിയ വോട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഓക്കെ, ആ സ്ഥലത്ത് ഞാൻ പോയിട്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു, ശബരിമലയിൽ എത്ര കട്ടു, അല്ലെങ്കിൽ മറ്റത് ഏത് ചെയ്തു, ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നു. എനിക്കത് പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി വേണം. എന്നിട്ട് അത് വെറും സ്ഥാനാർത്ഥിയായ പോരാ. ഇവിടെ നമ്മൾ ഇലക്ഷൻ വാഗ്ദാനങ്ങൾ പലതും പലയിടത്തും കേൾക്കുന്നുണ്ട്. എത്ര എണ്ണം പാലിച്ചിട്ടുണ്ട്? ഈ LDF ഇപ്പം എല്ലാം ശരിയാക്കുന്ന പറഞ്ഞാൽ നമ്മളെല്ലാം ശരിയായി, ഒരു വഴിക്കായി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ആവില്ല. ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാനത് പരിഹരിക്കാം. എനിക്ക് പരിഹരിക്കാവുന്ന ഉറപ്പുള്ള സ്ഥലം ഏതാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന പല പ്രോജക്റ്റുകൾക്കും എനിക്ക് ഓക്കെ പറയാം. കാരണം എൻ്റെ പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ്. ഞാനിവിടെ നിന്ന് തോൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചവിടെ ഇപ്പം MLA ആയിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ പാർട്ടി പ്രസിഡൻ്റ് അടുത്ത് പറഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുപോകണം. ഞാൻ ഇന്നോ വാഗ്ദാനങ്ങൾ ഞാൻ അവിടുത്തെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്.
അത് ഈ 2 വർഷത്തിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാണ് ചീത്തപ്പേര്. അതിൽ മോദിജി അടക്കം നിങ്ങളടക്കം വരും അതിനകത്ത്. അങ്ങനെ ചീത്തപ്പേര് വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഞാൻ അതിനെ അനുവദിക്കരുത്. ഞാൻ രാജിവെച്ചങ്ങ് പുറത്ത് പോയിക്കൊണ്ട്. പാർട്ടിയിൽ നിന്നല്ല, എൻ്റെ MLAs ആണ്. അപ്പൊ ഒരു പട്ടാളക്കാരന്റെ Yes. കടുംപിടുത്തവും ചങ്കൂറ്റവും അതുണ്ടാവും. ഉള്ള ഒരു MLA ആയിരിക്കും. അതുണ്ടാവും. ആ. കാരണം ഞാനിപ്പോൾ ഈ അധികാരത്തിന് വേണ്ടിയിട്ടല്ല അവിടെ വരുന്നത്. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് വെറുതെ ഇലക്ഷൻ എന്തെങ്കിലും നിൽക്കാം, കുറെ കറങ്ങാം. ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വെറുതെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ജയിക്കാനുള്ള ഇറക്കമായിരിക്കും. ഇന്ന് BJPക്ക് വോട്ട് ചെയ്താൽ ജയിക്കുമെന്നുള്ള മനോധൈര്യമുള്ള ജനങ്ങളാണെന്ന് കേരളത്തിൽ. അത് ട്രിവാൻഡ്രം കാണിച്ചു കൊടുത്തു. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ലോക്സഭാ സ്ഥലത്തും നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിത്തുടങ്ങുന്ന ഒരു സമൂഹം കേരളത്തിൽ വന്നു തുടങ്ങി. മറ്റേ ഞാൻ BJPക്കാരാണ്, പക്ഷേ വോട്ട് തിരികെ കാര്യമില്ല, പോകണില്ലാന്നേ. ആ വോട്ടോടെ വീട്ടിലിരുന്നു. ഈ വോട്ടുകളാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അവർ വരണം. എൻ്റെ പട്ടാളക്കാരുണ്ട്, എന്നിൽ വിശ്വസിക്കുന്ന പട്ടാളക്കാർ. പാലക്കാട് ജില്ലയിൽ ഏറ്റവും അധികം ഉള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടും, അത് പട്ടാളക്കാർക്കല്ല, പട്ടാളക്കാരെന്നിപ്പോൾ അവർ റിട്ടയറായി അവരുടേതായിട്ടുള്ള വെൽഫെയറും എല്ലാം ഉണ്ട്, ചികിത്സയും പെൻഷനെല്ലാം ഉണ്ട്. പക്ഷെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരുടെ കുട്ടികളുണ്ട്, അവരുടെ പഠനം, ഇത് കളിക്കാനുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും അവർക്കും ചെയ്തു. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ വരാതിരുന്ന പട്ടാളക്കാർ എൻ്റെ ഒരു റിക്വസ്റ്റിൽ വരുമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യല്ല ചെയ്യുക. ഞാൻ ഒരു റിക്വസ്റ്റ്, മക്കളെ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ആ വിളിയിൽ മോഹൻലാൽ കയറി വാടാ മക്കളെ എന്ന് പറയുന്ന പോലുള്ള ആ ഒരു ഇതുണ്ടായിരിക്കും. അവർക്കറിയാം ഇയാൾ വിളിച്ചാൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത്. അത് എന്നെ അറിയുന്ന പട്ടാളക്കാർക്കറിയാം. പിന്നെ എൻ്റെ അസൂയക്കാരായിട്ടുള്ള പട്ടാളക്കാർ, നീ പോഡ്കാസ്റ്റ് ചെയ്ത പോലെ ഞാൻ കുക്കായിരുന്നു മറ്റാണെന്ന് പറയുന്ന അതിലും പട്ടാളക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പട്ടാളത്തിലും കുറേ വർഗ്ഗങ്ങളുണ്ട്. ഒരു പണിയും ചെയ്യാതെ 15 വർഷം സർവീസ് ചെയ്തിട്ട് തിരിച്ചു വന്നിവിടെ താരാപര നടക്കുന്നവർ. അത് അവിടെയും പണിയെടുത്തിട്ടില്ല. സിനിമയിൽ പറഞ്ഞ പോലെ പേപ്പർ ടൈഗേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അവരെ നീ നെഗ്ലക്റ്റ് ചെയ്യേ. അവരെ ഞങ്ങൾ റിയൽ റിട്ടയർഡ് സോൾജേഴ്സ് വി ഡോണ്ട് കൺസിഡർ ദം. അത് സൈഡിൽ നടക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും വെറുപ്പാണ് സിസ്റ്റത്തിനോട്. എന്ത് കിട്ടിയാലും മതിയാവില്ല. ടിപ്പിക്കൽ ദാറ്റ് കമ്മ്യൂണിഷൻ. നിനക്കുണ്ടല്ലോ, എനിക്കെന്തുകൊണ്ട് തന്നൂടാ, ഞാൻ പണിയെടുക്കില്ല, നിനക്കുണ്ടല്ലോ എന്തുകൊണ്ട് തന്നൂടാ. ഇതാണല്ലോ ഇപ്പോഴത്തെ കമ്മ്യൂണിസം. ഇപ്പം ഉണ്ടാവുന്നതും കാട്ടിക്കൂട്ടുന്നതൊക്കെ അത് തന്നെയല്ലേ. അതാവില്ല കമ്മ്യൂണിസം. പഴയ കമ്മ്യൂണിസം, ഞാനറിയുന്ന കമ്മ്യൂണിസം EMS എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങളൊക്കെ പഴയ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. തിരുമേനി ഇല്ലും പറമ്പും പാടവും ഒക്കെ വിറ്റിട്ട് പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്നിവിടെ മറ്റവൻ്റെ വെപ്പിച്ചിട്ട് അതും കഴിഞ്ഞ് അത് കഴിഞ്ഞ് ടാക്സും കൂട്ടി മറ്റും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന കമ്മ്യൂണിസമാണ് ഞാൻ കാണുന്നത്. അപ്പം അവിടെ നമുക്കൊരു സ്കോപ്പുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. ഇതുപോലെ ഞാൻ വാഗ്ദാനം കൊടുക്കാം. 5 പോയിന്റ് ഞാനിട്ടിട്ട് അങ്ങ് കൊടുത്തു എന്ന് വിചാരിച്ചു. അവിടുത്തെ സിറ്റുവേഷൻ ഏത് മണ്ഡലമാണെങ്കിലും അതിൽ നിന്ന് ആ സംഭവം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ 5 വർഷം ചോദിക്കുന്നില്ല. കാരണം 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 4 വർഷം കഴിയുമ്പോൾ ലോക്സഭ ഇലക്ഷൻ വന്ന് ചിലപ്പോൾ മാറില്ല, ഇത് തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിലും അതിന് ഞാൻ ചാൻസ് എടുക്കുന്നില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് മാച്ച് അല്ല, ഒരു 2020 ആണ്. 2020 അത് കംപ്ലീറ്റ് 2020 ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ പാർട്ടി ഇപ്പം എന്താണ് ചെയ്തിരിക്കുന്നത്. സാബുവിനെ പോലുള്ള ആൾക്കാരെ നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. NPP നമ്മുടെ കൂടെ ഉണ്ട്. NPP എന്ന് പറയുന്നത് ആരാണ്? NPP പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ പീപ്പിൾ പാർട്ടി എന്ന് പറയുന്നത് മേഘാലയയുടെ പാർട്ടിയാണ്. അത് നമ്മുടെ അലയൻസ് ആണ് സെൻട്രൽ. അതിൻ്റെ ബോസാണ് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള കോൺറാഡ് സംഗ്മ, മേഘാലയ മുഖ്യമന്ത്രി. അത് എൻ്റെ അടുത്ത് ഈ പാർട്ടി ഇവിടെ തുടങ്ങാൻ വേണ്ടി 4 വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഈ പാർട്ടി വേണ്ട, പാർട്ടിയൊന്നും വേണ്ട, അങ്ങനെ ഉണ്ടാപോട്ടെ. പക്ഷെ ഇപ്പോൾ അവർ തുടങ്ങി. ആ പാർട്ടി അടക്കം BJPയിലുണ്ട് ഇവിടെ. സോ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ചുമ്മാ BJP ആളെ നിർത്തി എന്നുള്ളതല്ല. BJP ഇനി നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാരെ നിർത്തുന്നത്. കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറ്റണം. അല്ലെങ്കിൽ ഞാനെന്ന ഹിന്ദുവിന് എനിക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ പറ്റുള്ളൂ. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പോലും പാർട്ടി കൈയടക്കി വെച്ചിരിക്കില്ല. ഗുരുവായൂർ അമ്പലം നടക്ക് പാവപ്പെട്ടൊരു അമ്മ നടപ്പമ്പൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റിക്കാരൻ കാലുകൊണ്ട് തട്ടിയിട്ട് വിളിച്ചുണർത്തുന്ന ഞാൻ കാണണം. ഇവനൊന്നും അമ്മയില്ലേ? അത് അവൻ്റെ പാർട്ടി പഠിപ്പിച്ച സംസ്കാരമായിരിക്കും. അത് ഏത് പാർട്ടി എന്നുള്ളത് എനിക്കറിയില്ല.
ഇവനെയൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ അമ്മയെ ചവിട്ടിക്കഴിഞ്ഞാൽ എന്ത് വികാരമായിരിക്കും, അതേ വികാരം തന്നെ ആയിരിക്കും റോട്ട് കിടക്കുന്ന അനാഥയായിട്ടുള്ള ഒരു അമ്മേനെ നിങ്ങൾ ചവിട്ടിക്കഴിഞ്ഞാൽ. ആ വികാരത്തിന് പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ടായിരിക്കും. പിന്നെ അവൻ്റെ കാല് ഞാനവിടെ വെച്ചിരിക്കില്ല. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. ക്ഷീണിച്ച് ഗുരുവായൂരപ്പനെ കാണാൻ വന്ന അമ്മയ്ക്ക് അപ്പം അത് എന്തുകൊണ്ട് അവൻ ചവിട്ടി? അവന് വിശ്വാസമില്ല അതിലൊന്നും. പക്ഷേ ദേവസ്വത്തിൻ്റെ മറവിൽ പാർട്ടി കുത്തിക്കയറ്റിയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് എംപ്ലോയീസായിട്ട് കയറിയിരിക്കുന്നത്. BJP എന്ന പാർട്ടിയൊക്കെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ വിശ്വാസികളുടെയാണ്. അത് നിൻ്റെ പള്ളിയോ മുസ്ലിം പള്ളിയാണെങ്കിലും ശരി, ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ശരി, ഹിന്ദു അമ്പലമാണെങ്കിലും ശരി, അത് വിശ്വാസികളുടെയാണ്. അവിടെ എംപ്ലോയ് ചെയ്യുന്ന ആളുകൾ, അവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വരുന്നവർ ഒരു പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് അവരെ സഹായിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറ്റുന്നോ അല്ലെങ്കിൽ പള്ളിയിൽ കയറ്റുന്ന ആൾക്കാരായിരിക്കണം. അല്ല വരുന്നവർ അവിടെയാണ് നമുക്ക് വിഷമം തോന്നുന്നത്. അവിടെ ആ അമ്മ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കും, പക്ഷേ കാണാൻ വന്നിട്ട് ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ളത്. അതിൻ്റെ അവന് കിട്ടുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കും, കാരണം അവന് വിശ്വാസമില്ല. പക്ഷെ അവൻ കോണി എവിടെയെങ്കിലും വയസ്സുകാലത്ത് കിടക്കുമ്പോഴായിരിക്കും അവൻ വിളിക്കുന്നത് കൃഷ്ണ. നമ്മളിപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പല നേതാക്കന്മാരും രാമായണവും ഇതും വായിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതേ നേതാക്കന്മാർ അമ്പലത്തിനെയും പൂജാരികളെയും കളിയാക്കിയിട്ടുള്ള ആളുകൾ ഇന്ന് രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നതടക്കം നമ്മൾ കേട്ടതല്ലേ. വരുടോ വിശ്വാസം നീ എന്നുള്ള ക്രിസ്ത്യാനിക്കോ വിശ്വാസമല്ല. അല്ല, നിനക്കില്ല, നിന്നെ കണ്ടറിയാതെ, അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു നിന്റെ റെവല്യൂഷൻ എന്നുള്ളത് നീ ക്രിസ്ത്യാനിയാണ്, അത് വിചാരിച്ചിട്ട് ഞാൻ എടാ നീ ഈശോനൊന്നും വിശ്വസിക്കുക, നീ പള്ളിയിലൊന്നും പോരുത് കേട്ടോ. ഞാൻ പറയാൻ എനിക്കൊരു അവകാശമില്ല. അതേപോലെ എല്ലോനും എൻ്റെ അടുത്ത് അമ്പലത്തിൽ പോരുതല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ എൻ്റെ അടുത്ത് അധികാരമുണ്ട്, ഇന്ന് വരാൻ പറ്റില്ല. ശബരിമലയ്ക്ക് അങ്ങനെയല്ലേ കാട്ടിക്കൂട്ടിയത്. ഈ വെർച്വൽ ക്യൂയും സാധനങ്ങളൊക്കെ വന്നിരിക്കുന്ന സൗകര്യത്തിനാന്ന് പറയാം. അല്ല, ജനങ്ങളെ എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ട് നിലയ്ക്കലിന് പമ്പ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ നമ്മൾ സഹിച്ചിട്ടുണ്ട്. അതുപോലെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീവിരോധത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള അമ്മമാരെയും പെങ്ങന്മാരെയും അടിച്ച് ജയിലിലിട്ടിട്ടുള്ള ആളുകളിൽ ഞാൻ എൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കേസുകൾ മുഴുവൻ എടുത്ത് തള്ളിക്കളയും. പക്ഷെ അതിന് ഒരു ടേണും കൂടെ വെയിറ്റ് ചെയ്യണം. ഈ ടേണിൽ ഞാൻ പറയുന്നില്ല ഫുള്ളായിട്ട്. പക്ഷെ അടുത്ത ടേണിൽ വാജ്പേയി സാഹിബിനെ ഓർത്തോ, 2ൽ നിന്ന് 322 ആക്കിയിട്ടുള്ള വ്യക്തി, ആ വാക്ക്. അതേപോലെ കേരളത്തിൽ ഞാൻ പറയുന്നു ഈ വാക്ക്. എൻ്റെ ഫ്രണ്ട്സും പലരൊക്കെ എൻ്റെ അടുത്ത് പറയും, സാറേ എന്തിനാ അതാണ്, വിഷമിക്കണ്ട, അത് വരും, അതിനുള്ള സമയമായിരിക്കുന്നു. അതാണ് നിങ്ങൾ തിരുനാവായയിൽ കണ്ടത്. ഹിന്ദു എന്ന് പറയുന്ന, ഞാൻ എപ്പോഴും പറയും, ഹിന്ദു എന്ന് പറയുന്ന കൂട്ടായ്മയില്ലാത്ത ജന്തുക്കളെ, ഹിന്ദുവായ ഞാനാണ് പറയുന്നത്, ആ ഒരു ശക്തി ഒരുമിപ്പിച്ചു തിരുനാവായയിൽ. അതാരും തല്ലാനും കൊല്ലാനും ഒന്നുമില്ലായിരുന്നു, അവർ പ്രാർത്ഥിക്കാനാണ് പോയത്. പ്രാർത്ഥിച്ച് സമാധാനപരമായിട്ട് അവിടുന്ന് പോകുന്നു ഇല്ലേ. അവിടെ സപ്പോർട്ട് ചെയ്ത് ആരായിരുന്നു? ഫുൾ മുസ്ലിം സഹോദരങ്ങൾ. ആ സ്ഥലത്താണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് എന്താ പറഞ്ഞത്, അവിടെ മലപ്പുറമാണ് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണൽ വയലൻസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. മതി, അത് ജനങ്ങൾ മനസ്സിലാക്കി. അവിടെയാണ് ഹിന്ദു ഇറങ്ങിയത്. ഹിന്ദു ഇറങ്ങിയപ്പോൾ അവിടെ കണ്ടെന്താണ്, സഹായിക്കാൻ നിൽക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾ. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ളത്, അവർക്ക് ഹോട്ടലും തുറന്നു വെച്ച് രാവും പാലും തുറന്നു വെച്ചുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അത് മുസ്ലിങ്ങൾ. അപ്പോൾ എവിടെയാണ് ഈ മതസൗഹാർദ്ദം ഇല്ലായ്മ എന്ന് പറയുന്ന ഇന്നത്തെ നിങ്ങളെ ഭരിക്കുന്ന ഈ പാർട്ടിക്കാർ പറയുന്ന, മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നതുമായിട്ടുള്ള BJPക്കും RSSനും ആ ഒരു തീണ്ടായ്മ കൽപ്പിച്ചിട്ടുള്ള ഈ 2 പാർട്ടിക്കാർക്ക് നിങ്ങളാണ് ജനങ്ങളിൽ തീണ്ടായ്മ കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ BJP RSSും അല്ല. ഞാനെന്ന പട്ടാളക്കാരന് എനിക്ക് അങ്ങനെ ഒരു വികാരവും ഇല്ല. ഞാൻ ഹിന്ദുവാണ്, തുറന്നു പറയുന്നുണ്ട്. എടോ, അത് ഞാൻ ജനിച്ചത് കുട്ടിശങ്കരപ്പെരുമാനാരും സത്യഭാമയുടെയും അമ്മയുടെയും മകനായിട്ടാണെങ്കിൽ എനിക്ക് നാളെ പറയാൻ പറ്റുമോ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഹമ്മദ് ആണെങ്കിൽ അബ്ദുൽ ഖാദർ ആണെന്നുള്ളത്? മനുഷ്യനോടുള്ളത് ഏറ്റവും വലുത് സ്നേഹമാണ്, മതമല്ല സ്നേഹം. അവിടെ നിങ്ങൾ ഈ പറയുമ്പോഴാണ് ഇതിന് ഞങ്ങളും കൂടെ ചിന്തിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പം ഞാനും ഇപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് അബ്ദുൽ ഖാദറോ അല്ലെങ്കിൽ സിദ്ദിഖോ അപ്പോൾ ദുബായിൽ നിന്ന് വന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പോകുന്ന സമയത്ത് നിങ്ങൾ ആരോടോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ നോക്കാൻ പറയാൻ? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, നിങ്ങളെന്താണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ്. അതിപ്പം നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാത്തത്. പക്ഷെ അതിനെ വോട്ടുവൽക്കരിച്ചിട്ടില്ല. അതാണ്, ആ വോട്ടുവൽക്കരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഹിന്ദുവിൻ്റെ വോട്ട് ആർക്കും വേണ്ടായിരുന്നു, കോൺഗ്രസിനും വേണ്ട, കമ്മ്യൂണിസ്റ്റിനും വേണ്ട, കാരണം അവരുടെ ഉറപ്പിച്ചിട്ടുള്ള കുറേ ഹിന്ദു വോട്ട് അവിടെ ഉണ്ട്. പിന്നെ വേണ്ടത് ആരുടെയാണ്? മുസ്ലിം വോട്ടുകളാണ്.
അതിനുവേണ്ടി അവരെ പ്രിയും. പക്ഷെ അതേ മുസ്ലിം വോട്ടുകൾ അവിടുത്തെ മുസ്ലിംമാർ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പലതും കാണുക, നിങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് പറയേണ്ട ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് അത് അവർ പറയാൻ തുടങ്ങി. അപ്പോൾ അവർക്കും മനസ്സിലായി ഞങ്ങളെ വെച്ച് നീ അധികാരത്തിൽ കയറാൻ വേണ്ടി നോക്കുകയാണെന്നുള്ളത്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നുള്ള ഒരു പ്രശ്നമില്ല, നിങ്ങളായിട്ട് ഉണ്ടാക്കായിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വർഗീയവാദിയായ മേജർ രവി, സംഘിയായ മേജർ രവി, സംഘിയായ മേജർ രവി അല്ലെങ്കിൽ വർഗീയവാദിയായിട്ടുള്ള മേജർ രവി പലയിടത്തും എടുത്ത് ചാടിയിട്ടുള്ളതും സേവ് ചെയ്തിട്ടുള്ളതും മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്നുള്ള അറിയാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് സാറ് പ്രളയത്തിന്റെ സമയത്ത് നിനക്കറിയാലോ SDP-യുടെ ടീഷർട്ട് ഇട്ടുകൊണ്ടിരുന്ന അതെന്ത് പള്ളിയിൽ പോയ സമയത്ത് അവിടുത്തെ പിള്ളേർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന SDPക്കാരാണ്. അപ്പം നിങ്ങളവരെ തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അതും സമ്മതിക്കില്ല. കാരണം അവിടെ ഹെൽപ്പ് ചെയ്യാൻ മൈൻഡുള്ളവരുണ്ടായിരുന്നു. അപ്പം എല്ലാ സംഘടനയിലും ഉണ്ടോ നല്ലതും ചീത്തയും. ആ പിള്ളേർ എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾ ഇവിടെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്, എല്ലാവർക്കും വേണ്ടി സഹായിക്കുന്നവരാണ്. കാരണം ഞാൻ രാത്രി അവർ തന്ന ടീഷർട്ട് ഇട്ടിട്ട് പിറ്റേ ദിവസം കാലത്ത് വെളിച്ചം വരുമ്പോൾ നോക്കുമ്പോഴാണ് ഒരു മുല്ലാക്കട നല്ല ഡബിൾ മുണ്ടും നൈസായിട്ടുള്ളതിന് മുകളിൽ പച്ചത് വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ SDP. ഞാൻ ഫോട്ടോ എടുക്കാം. സാറ് സത്യമായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിരുന്നേ, പക്ഷെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആരുടെയും മൊബൈലിൽ ചാർജ് ഇല്ലാതെ, അല്ലെങ്കിൽ അവൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിട്ടുകൊണ്ട് എന്തായി ഞാൻ SDP ആയി. അല്ലെങ്കിൽ അന്ന് എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ബറ്റാലിയനായിട്ട് നിന്നത് അവിടുത്തെ അസീം, ഹക്കീം, ഷാജാൻ, ഇങ്ങനെ കുറേ പിള്ളേരുണ്ട്, ഒരു 8-10 ഇവരൊക്കെ SDPക്കാരാണ്. പക്ഷെ അവരും കൂടെ എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ആ 10-200 ഫാമിലീസിനെ സേവ് ചെയ്ത് സേഫായിട്ട് ഒരു ബോട്ടും പിടിച്ചെടുത്തു. അവിടേക്കാണ് നമ്മൾ ഈ കമാൻഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, സാറ് കയറി പോലെ കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി ഹെലികോപ്റ്റർ വന്നിരുന്നു പിറ്റേ ദിവസം. ഞാൻ കുനിഞ്ഞൊന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ ആർമി ടീഷർട്ടൊക്കെ കണ്ടപ്പോൾ ഒരു റോപ്പിട്ട് കയറി വരാൻ പറഞ്ഞു. ഞാൻ ഈ ഷാജാൻ്റെ ഫാമിലിനെ കയറ്റി അങ്ങോട്ട്. കാരണം ഇവിടെ ചെക്കന്മാർ സാറ് പോയവനെ ഞങ്ങൾ തകർന്നു കേട്ടോ, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയായിരുന്നു. അവർ ഫാമിലി കയറി പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു വന്നത്. അപ്പോഴത്തേക്കും അവന്മാർ സെറ്റാവും. അവരൊന്നും തിരിച്ചു വന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ട് അവിടുത്തെ ചെയർപേഴ്സൺ ഷാജി, കൗൺസിലർ ഉണ്ടായിരുന്നു, ശ്യാം കമ്മ്യൂണിസ്റ്റിൻ്റെ, അവൻ വന്ന് ബ്രെഡൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തോണിയിൽ, റോട്ടിൽ. അങ്ങനെ ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ്, ഈ ഹക്കീം എന്ന് പറഞ്ഞ അവിടുത്തെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവൻ മണൽ വരുന്നതാണ് പുഴയിൽ മുങ്ങിയിട്ട്, നല്ല സ്വിമ്മർ. ഞാൻ ഹക്കീമെ കയറട്ടോ, എൻ്റെ അരയെ കെട്ടിക്കോ, ഞാൻ ചാടണം അപ്പുറത്തേക്ക്. അപ്പോൾ നല്ല ഒഴുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാം. അപ്പോൾ ഹക്കീമും ഞാനും കൂടെ ഈ കയറും പിടിച്ചിട്ട് ക്രോസ് ചെയ്ത് ഞാൻ തോണി കയറി പിടിച്ച് തോണിയിൽ ചാടിക്കയറി. വലിയ തോണിയാണ്. ചാടിക്കയറിയപ്പം ഈ തോണിയിലുള്ള മനുഷ്യൻ ഒരു അണ്ടർവെയർ മാത്രമുണ്ട്, ഒരു ടവല് അരയിൽ കെട്ടിയിട്ടുണ്ട്. കാലിൻ്റെ മസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മരഡോണയുടെ മസിൽ പോലെയൊക്കെ ഉണ്ട്, കാഫും ഇതെല്ലാം കൂടെ ആയിട്ട്. കൈയൊക്കെ അങ്ങനെ ഇരിക്കുന്നു. തലയിൽ മുടിയൊന്നുമില്ല, കുറച്ച് മുടിയുണ്ട്, ഇങ്ങനെ ലോങ് ആയിട്ടുണ്ട്. കണ്ട ഒരു സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ യങ്ങർ ലുക്ക്. അപ്പം ഞാൻ കയറിയിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, അപ്പോൾ അവനൊന്നും പറഞ്ഞു, എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നെ നോക്കാതെ എനിക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ ആ ആൾ തന്നെയാണോ എന്ന് ചോദിച്ചു. എന്നെ നോക്കണില്ല. നമ്മൾ അതേ ആളാണ്. അല്ല ഇതിപ്പോൾ എങ്ങനെ ഇവിടെ വന്നു വിട്ടിരിക്കുന്നത്, എങ്ങനെയാണ് എന്ന് ചോദിക്കും. ഞാൻ അതൊക്കെ വിട്, ഈ തോണി ആരുടെ കൺട്രോളിലാന്ന് വെച്ചു. തോണി എൻ്റെയാണ് സാർ, ഇതെൻ്റെ മോനാണ്, ഇത് കൗൺസിലർ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ സപ്ലൈ. ഇപ്പം തൊട്ടിട്ട് ഈ തോണി ഞാൻ കമാൻഡ് ചെയ്യാം. ഞാൻ കമാൻഡ് ചെയ്യാം, ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. ഇനി ആര് പറയുന്നത് ഞങ്ങൾ കേൾക്കണുള്ളൂ. ശ്യാമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ശ്യാമേ ഇപ്പോൾ വരുന്നതിൽ ആൾക്കാരെ ഞാൻ പറയുന്നവരെ കയറ്റിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശ്യാം ഇറങ്ങിക്കും. ബാക്കി ഞാൻ ഈ ഏരിയയിലുള്ള ആൾക്കാരെ മുഴുവൻ, എൻ്റെ പിള്ളേരുണ്ട് 2 പേരെ കയറ്റിക്കൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് വെക്കറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ അന്ന് ഈവനിങ് വരയ്ക്ക് ഞങ്ങൾ ഈ പണി ചെയ്തു. ഉച്ചയ്ക്ക് നമ്മുടെ ഗ്യാപ്പിൽ ചാപ്പാട്ടിന് വേണ്ടിയിട്ട് മദ്രസയിൽ വന്ന്, മദ്രസയുടെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അങ്ങനെ അവിടെ ഷാജാൻ്റെ ഭാര്യയും കുട്ടികളും കൂടെ കഞ്ഞിയും ഇതൊക്കെ കൊടുത്തയച്ചു. ഇവരെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് അങ്ങനെ ഒരു കുടുംബമായിട്ട് 3 ദിവസം വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് ചാടുന്ന സമയത്ത് ആ വെള്ളത്തിൽ എഴുതി വെച്ചിട്ടില്ല അത് മുസ്ലിം ഏരിയ ആണെന്നുള്ളത്. വെള്ളത്തിൽ ചാടുമ്പോൾ ഒരു പിടിയും കിട്ടില്ല. UC കോളേജിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ആ വെള്ളത്തിലേക്ക് ചാടി ഞാനും അസീസും കൂടിയിട്ട് ടയർ ട്യൂബ് ഇട്ടിട്ട് പോയി അമ്പലങ്ങളുടെയും പള്ളികളുടെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് ഈ പർട്ടിക്കുലർ ഏരിയയിലെത്തുന്നത്. അപ്പോൾ എനിക്കെങ്ങനെയാണ് അറിയുന്നത് ഞാൻ ആരെ രക്ഷിക്കാൻ പോകുന്നുള്ളത്.
സാർ രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ലല്ലോ, അല്ല, ക്ലീനിങ്ങിനും ഉണ്ടായല്ലോ അത് ആക്ടിവിറ്റി. അത് പിന്നീട് ആ. രക്ഷാപ്രവർത്തനവും എനിക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. പുത്തൻകുരിശ് എൻ്റെ വീട്ടിലിങ്ങനെ ഇരുന്ന് പേപ്പർ വായിക്കുമ്പോൾ 7 മണിക്ക് ഫുൾ ഇരുണ്ട് കിടക്കുന്നു. അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ സാറിന് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ സമയത്ത് അദ്ദേഹം CBIയുടെ SP ആയിരുന്നു. അദ്ദേഹം മദ്രാസ് വരും, അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനന്ന് കമാൻഡോ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുമ്പോൾ, ഞാനന്ന് SITയിൽ വർക്ക് ചെയ്യുന്നത്, ഇവിടെ നിങ്ങളുടെ ഒരു പോഡ്കാസ്റ്റോ ഏതൊരു യൂട്യൂബ് കണ്ടോരെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു മാത്യു സാമുവൽ എന്നത്, അവൻ കമാൻഡോസിൻ്റെ അതിൽ അവൻ എന്താ പറയുക, ഇവൻ കള്ളനാണ്. കാരണം അവൻ്റെ പണി ഞാൻ ഒരുവിധം പൂട്ടിച്ചിട്ടുള്ളതാണ്. ബേസിക്കലി ഒരു കള്ളനാണത്. അവനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, NSG ഒരിക്കലും CBI ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. NSGയുടെ കൂട്ടത്തിൽ ഈ CBIയുടെ SITയുടെ കൂടെ അറ്റാച്ച് ആയിരുന്നു ഞങ്ങൾ 30 പേരുടെ എൻ്റെ ടീം. അതൊരു ടീമാണ്. അതുപോലെ ഇവൻ പറയുന്നത് കേട്ട് NSG 60 പേരാണ്. ഒരു വിവരവും ഇല്ലാത്തവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാലോ ഒന്ന് ചെരിഞ്ഞിരുന്നുകൊണ്ട് ആധികാരികൾ, എൻ്റെ വലിയൊരു സീനിയർ അവിടെ NSGയുടെ ജനറലുണ്ട്, ഞാൻ അവനുമായിട്ട് എന്നൊക്കെയാണ് സംസാരിക്കുക. ഇവൻ ഒരാളെ അറിയില്ല, ഈ വിടുങ്ങനെ. ഇപ്പോൾ ഇയാൾ മരിച്ചുപോയി, ആര്, നമ്മുടെ കോൺഫിഡൻറ്റ് റോയ്. ഇവൻ്റെ ഒരു ഇതെന്തോ ഞാൻ ചെറിയ ബിറ്റ് കണ്ടു പറയുന്നത്, ഞാൻ എൻ്റെ പരിചയത്തിലുള്ളൊരു സീനിയർ ഇൻകം ടാക്സ് ഓഫീസറോട് ഞാൻ സംസാരിച്ചു, അയാൾ കാര്യങ്ങളൊക്കെ എന്നോട്. അപ്പം എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, അയാൾ പറഞ്ഞല്ലേ ഇവൻ ആരുടെയില്ല. ഈ ബോഫേഴ്സ് ഇത് മിരാഷ് വീണു, ഇതിൻ്റെ 5 എയർക്രാഫ്റ്റ് തകർന്നു വീണു ഓപ്പറേഷൻ സിന്ദൂറിലെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും പറഞ്ഞു, ഞാൻ അവിടുത്തെ ഒരു എയർ മാർഷലിനെ അറിയാനിരിക്കുന്നത്. എടോ, സെർവ് ചെയ്യുന്ന ഒരു എയർ മാർഷലും എൻ്റെ ബാച്ച്മേറ്റാണ് ചീഫ്. യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കില്ല. കാരണം വെറുതെ കാഷ്വൽ സംസാരത്തിലും ഫ്രണ്ടാണെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് ഒരു സാധനം നമ്മുടെ കാതിൽ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആൾക്കാർ ഇങ്ങനെയുള്ള സമയത്ത് ആരെയും വിളിക്കില്ല. വല്ലതും എനിക്കറിയണമെങ്കിൽ ഞാൻ ഇവരുടെ സ്റ്റാഫ് ഓഫീസറെ വിളിച്ച് ഞാൻ ചോദിക്കും, ഇതിങ്ങനെ ഒരു ന്യൂസ് കേട്ടോ, ഓക്കെ ആണോ? ഇല്ല സർ, ദാറ്റ്സ് ഓൾ. ഇവൻ പറയുന്ന ഇവന് വേണ്ടി ഇപ്പം ഇരിക്കണം, അവിടുത്തെ എയർ മാർഷൽ ഇരിക്കണം. ആ എയർ മാർഷലിൻ്റെ പേര് ഇവന് പറയാൻ ധൈര്യമുണ്ടോ? കോർട്ട് മാർഷൽ ഇരിപ്പിക്കാം നമുക്ക്. യുദ്ധത്തിൻ്റെ സമയത്ത് ഹൗ യു കൺവേ ടു ദീസ് തിങ്സ് ടു ദ ജേർണലിസ്റ്റ്, അതും ഈ ഫേക്ക് ജേർണലിസ്റ്റ് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് ഞാനവിടെ ചാടിയ സമയത്ത് എനിക്കറിയില്ലല്ലോ ഞാൻ എവിടെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾ എന്നെ സംഘി എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ മുസ്ലിം വിരോധി എന്നൊക്കെ വിളിക്കുന്നു. എന്തോന്നാണ് നിങ്ങളുടെ ഈ കേരളത്തിൽ നടക്കുന്നത്? അതേ മുസ്ലിം വിരോധി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ഞാൻ പറയാം. ഈ ഏലൂക്കരയിലത്തെ, നീ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഇട്ട സമയത്തുള്ളത് പറയാം. ഏലൂക്കരയിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളി ക്ലീൻ ചെയ്തു. അതെന്താണ്, എൻ്റെ മേജർ റിവ്യൂസ് അക്കാഡമിയിലെ പിള്ളേരെ ഞാൻ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ഞാനതങ്ങ് എടുത്തു. 100 പിള്ളേരെ, അവർക്ക് ചാപ്പാട് മാത്രം വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഇത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ പട്ടാളത്തിൽ ചേർന്നാലും ഇത് ചെയ്യണം, ഇല്ലെങ്കിലും ഇത് ചെയ്യണം. നാഷണൽ ഡ്യൂട്ടിയാണ്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് വന്നിട്ട് എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഞാനും കൂടെ നിന്ന് ക്ലീൻ ചെയ്തു. അമ്പലം ക്ലീൻ ചെയ്തിട്ടുണ്ട്, പള്ളി ക്ലീൻ ചെയ്തിട്ടുണ്ട്, മോസ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തെ പ്രസിഡന്റ് ഭാവം പിന്നീട് 6 മാസം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയി. അങ്ങനെ കുറേ വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ട് അമ്പലത്തിനടുത്തോട്ട് ചെന്നപ്പം അവിടെ ഒരാൾ ഒരു കാര്യമില്ലാതെ എന്നോടൊരു കുരിശ് ചോദ്യം ചോദിച്ചു. അപ്പം എന്താണ്, മലപ്പുറത്ത് നിന്ന് കുറേ മുസ്ലിം പിള്ളേർ വന്നിട്ടുണ്ട് ലോറിയിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, സോഷ്യൽ സർവീസിന്. അവർ ലോറി എടുത്ത് വന്നിരിക്കുകയാണ്. അവർ ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു, സാറേ എന്തൊക്കെയാണ് വേണ്ടിച്ചാൽ. അപ്പോൾ അവരുണ്ട് ഞങ്ങളുടെ കൂടെ ഈ ക്ലീനിങ്ങിന്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഏലൂക്കര ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലീൻ ചെയ്ത് ചുണ്ണാമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഹൈജീനിക് സംഭവമൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അവിടുന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ട് ഏലൂക്കരയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ദേശം സൈഡിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയൊരു അമ്പലമുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് അവിടെ പൂജാരിക്കോ കാര്യമൊന്നുമില്ല. പക്ഷെ അതിൽ ഈ നമ്മൾ പറയില്ല, ചില അധികാരികളെന്ന് പറയുന്ന അധികാരം കാണിക്കുന്ന ചിലവന്മാരുണ്ട് ഈ നാട്ടിലൊക്കെ. ഒന്നുമില്ല, ഇതിപ്പം നമ്മുടെ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ചില പിള്ളേരെ കാണാം, ഭയങ്കര ട്രാഫിക് കൺട്രോളിങ്. അന്നാണ് ആദ്യമായിട്ടൊരു കമാൻഡ് ചെയ്യാൻ കിട്ടുന്നൊരു സമയം. അപ്പോൾ അവന് ഒന്നിട്ട് പിടിയില്ല, എന്നിട്ട് എവിടെ നിർത്തണം അതറിയില്ല. അങ്ങോട്ട് പോ എന്നൊക്കെ കാണിക്കുക. അത് അവരുടെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത് ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ടു. എൻ്റെ അടുത്ത് അതെ, ഇതിൽ മുസ്ലിംസ് ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നിന്നിട്ട് അപ്പം എന്താ, അകത്തുനിന്ന് നമ്മൾ ചെമ്പത്തൊക്കെ ചളിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ഓരോന്ന്. ഈ സമയത്ത് ഇത് പറഞ്ഞു വഴിക്കാൻ ഞാൻ ചായയിൽ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് മുസ്ലിംസും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് എവിടെയും നിൻ്റെയൊക്കെ മൂക്കിനകത്തടക്കം വെള്ളം വന്ന് കയറിയ സമയത്ത് ആരാ തനിക്ക് ചാപ്പാട് കൊണ്ടുവന്ന് എന്താണ് കൊണ്ടുവന്നത് താൻ നോക്കിയില്ലോ. ആ സമയത്ത് അതൊക്കെ മൃഷ്ടാന്നം വാങ്ങി അങ്ങ് അടിച്ചു. ഇപ്പം തനിക്ക് ജാതി വിവേചനവും വർണ്ണവിവേചനമൊക്കെ വന്നിരിക്കുന്നു. ഇതിന് മേലിൽ മിണ്ടിപ്പോരുത് കേട്ടോ.
മിണ്ടിയാൽ ഞാൻ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെതായിട്ടുള്ള പ്രശ്നമായിരിക്കും, അത് നിങ്ങളെ കൂടെ താങ്ങാൻ പറ്റില്ല എന്ന് എല്ലാം ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്തെല്ലാം പോയി. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചൊരു കാര്യം ഇപ്പോൾ ചോദിക്കുന്നു. 2018 ഇത് നടക്കുന്നത്, ഓഗസ്റ്റ് 15-16. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് 8 വർഷമാവാറായി. ആ ഭഗവാൻ അവിടെ തന്നെ ഉണ്ടോ? ഈ മുസ്ലിംസ് കയറി ക്ലീൻ ചെയ്തു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് കയറി ക്ലീൻ ചെയ്തു പറഞ്ഞാൽ ഭഗവാൻ ഇറങ്ങിപ്പോയിട്ടില്ല. അതേപോലെ ഞങ്ങൾ ഇതേ ഗ്രൂപ്പ് തന്നെയായിരുന്നു പള്ളിക്കലും കയറിയത്, ഇതേ ഗ്രൂപ്പ് തന്നെയായിരുന്നു ചർച്ചിലും കയറിയത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കിയിട്ട് വിദ്വേഷം ഉണ്ടാക്കില്ല. എനിക്ക് ഐ ആം ഫെഡ് അപ്പ്. ഇത് പറഞ്ഞ് മടുത്തു എനിക്കിപ്പോൾ. ആളുകളാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത്. മനുഷ്യർ തമ്മിൽ സ്നേഹമുണ്ട്, മനുഷ്യർ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇന്നും ഞാൻ വണ്ടിയായിട്ട് ഏലൂക്കരയ്ക്ക് പോയാൽ ആ പിള്ളേർ എവിടെ നിന്നൊക്കെയാണ് കായക്കൊല വെട്ടി വയ്ക്കും, പച്ചക്കറി വെട്ടി, എൻ്റെ വണ്ടി മുഴുവൻ നിറയ്ക്കും. പക്ഷെ അതേപോലെ തന്നെ ഞാനും തിരിച്ചങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട് പൊളിക്കാൻ നിന്നപ്പോൾ, മരട് പൊളിക്കാൻ നിന്നപ്പോൾ ആ ഫ്ലാറ്റിനകത്ത് ഞാനൊരു സാധനം എടുത്തില്ല. അസീസിൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ നീ എടുത്തിട്ട് അവിടെ വീട് ഏതായാലും കുറേ ആൾക്കാർക്ക് ഇതായിട്ടുണ്ട്, എടുത്തോണ്ട് പൊയ്ക്കുമോ. അതിനകത്ത് 5 AC ഉണ്ടായിരുന്നു. ഒരു AC മാത്രമേ ഞാൻ പറഞ്ഞു നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ബാക്കി എല്ലായിടത്തും ഫ്രിഡ്ജ്, അവൻ, വാഷിംഗ് മെഷീൻ, TV എടുത്തുകൊണ്ട് വെച്ച്. ബാക്കി ഡൈനിങ് ടേബിൾ, കബേർഡ്സ്, അത് ഇത്, ബെഡ്, ഒരു സാധനം, ഫാന് ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കാം. ഓക്കെ. അത് വിറ്റാനിക്ക് കിട്ടുമായിരുന്നു, ഒരു 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ സാധനം കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ കണ്ട എൻ്റെ കൂടെ ആ വെള്ളപ്പൊക്കത്തിൽ നിന്നിരുന്ന അസീസിൻ്റെ ഫാക്ടറി മുഴുവൻ പോയിരിക്കുന്നു. അവൻ്റെ ബെഡിൻ്റെ ഫാക്ടറി ആയിരുന്നു. ഇത് മുഴുവൻ വെള്ളം കയറിപ്പോയി. അത് നീ എന്താ വെച്ചാൽ കൊണ്ട് അവനും വീടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആവരുത്. ഒന്നാമത് സായിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് കാണിക്കാനില്ല. സായിക്ക് ഇപ്പോഴാണ് പറയുന്നത് 8 കൊല്ലം കഴിഞ്ഞിട്ട് അതൊക്കെ. സോ ഇതൊക്കെയാണോ എൻ്റെ ലൈഫെന്ന് പറയുന്നത്. നീ വേണമെങ്കിൽ എന്നെ മനുഷ്യനായിട്ട് കണക്കാക്കിക്കോ. ഇല്ലേ, എനിക്കിപ്പോൾ അതിൽ വിഷമമൊന്നുമില്ല. നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും എനിക്കറിയാം ഞാൻ ആരാണെന്നുള്ളത്. ഓക്കെ സർ, കേരളത്തിൻ്റെ ഈ പ്രാഥമിക വിദ്യാഭ്യാസ രംഗമുണ്ടല്ലോ, അത് അത്യാവശ്യം അടിപൊളിയാണ്. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതങ്ങ് വർക്കൗട്ട് ആകണില്ല. ഇവിടെ തൊഴിലില്ലായ്മ റേറ്റ് വളരെ കൂടുതലാണ്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രമാത്രം പുറത്തേക്ക് പോകുന്നത്? സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? സാർ ഒന്നുമില്ലൊരു അധ്യാപകരും കൂടി ആണല്ലോ. ഇതിനകത്ത് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ആദ്യം, അപ്പോഴും ഞാൻ പറയാം, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്തിനേയും ആദ്യം എതിർക്കുക. ആ എതിർക്കുന്ന സാധനങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വിമിഷ്ടം വന്നു. നേരെ മറിച്ച് അന്ന് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇവിടെ വരുന്ന സമയത്തും ഇതിനെ അങ്ങ് സമ്മതിച്ച് പോയിരുന്നെങ്കിൽ സ്മൂത്തായിട്ട് പോയിരുന്നു. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? അവരവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ MBBSന് നിങ്ങൾ വാങ്ങിക്കുന്ന ഫീസെന്ന് പറഞ്ഞാൽ 1 കോടിയായിരിക്കും കൈക്കൂലി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ മെറിറ്റിൽ ഇപ്പം നീറ്റൊക്കെ ആയതുകൊണ്ട് എന്നാലും മാനേജ്മെൻറ്റ് കോട്ട എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നില്ലേ. ഈ കാശ് വാങ്ങിക്കുമ്പോൾ ഇതേ MBBS 4 വർഷത്തിൻ്റെ ജോർജിയയിൽ പോയാലോ അല്ലെങ്കിൽ ചൈനയിൽ പോയാലോ നിങ്ങൾക്ക് 5 ലക്ഷത്തിനോ 8 ലക്ഷത്തിനോ കിട്ടും. ഓക്കെ, അപ്പോൾ പിള്ളേരെ അങ്ങോട്ട് പോകും. അതിൻ്റെ ഇടയിൽ പുട്ടുവെച്ചണം നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിള്ളേരെ അങ്ങോട്ട് വിടാന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് കൈയും കഴുകിയിട്ട് 8 ലക്ഷം മുങ്ങുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഞാനൊരു ബ്രാൻഡിൻ്റെ അംബാസിഡറാണ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ. ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് വാങ്ങിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ഫീസ് വാങ്ങിക്കില്ല സാർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇവരെ അവിടെ കൊണ്ടുപോയിട്ട് എംപ്ലോയി ചെയ്തതിന് ശേഷം അവരുടെ ശമ്പളത്തിൽ നിന്നാണ് ഞങ്ങൾ പിടിക്കുന്നത്. ഇതുപോലെ ഒരുപാട് സ്കാമുകളിൽ പെട്ട് ചീറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ നിയമം വരുവാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു നിയമവും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെയാണ് പറയുന്നത്. ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാനിപ്പോൾ ചെയ്യുന്ന ആളുകൾ ഇപ്പം 3 വർഷമായിട്ട് ഞാൻ അവരുടെ ബ്രാൻഡ് അംബാസിഡറാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് വരെ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് ആ സ്ഥാപനത്തിന് കിട്ടിയിട്ടില്ല. പക്ഷെ പലയിടത്തും കുട്ടികൾ അവിടെ പെട്ടിട്ട് എന്നെ വിളിച്ച്, സുരേഷ് ഏട്ടനെ വിളിച്ച് ഞങ്ങളൊന്ന് ഇവിടുന്ന് കടത്താൻ പറയും, ഞങ്ങളുടെ പാസ്പോർട്ട് പോയി, അത് എങ്ങനെ കൊടുക്കുന്നു. പോർച്ചുഗലിൽ പോയി കുടുങ്ങിയിട്ടുള്ള പിള്ളേരുണ്ട്. ഈ ഇവിടുന്ന് കടത്തിക്കൊണ്ടിട്ട് അവിടെ ഇരിക്കും. അതല്ല ഇപ്പോഴത്തെ സംസാരം. ഇവർ എന്തുകൊണ്ട് പോകുന്നു വെച്ചാൽ ഇതുകൊണ്ടാണ് പൈസ കുറച്ച് കിട്ടുന്നു. പക്ഷെ തിരിച്ചു വന്നാലും പിന്നെ MBBSൻ്റെ കുറേ ഒരു കളിയുണ്ട്. ഈ 8 ലക്ഷം കൊടുത്തിട്ട് MBBSൻ്റെ ഒരു ഡോക്ടറെ വാങ്ങിച്ചു വന്ന് ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അവർക്ക് ഡോക്ടറൊന്നും വേണ്ട, ഡോക്ടർ ലെവലിൽ കാർഡിൽ ഒട്ടിക്കാൻ ഡോക്ടർ സോൻസോ, വെഡിങ് ഡോക്ടർ സോൻസോ. സാർ, ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണോ സാറിന്റെ ആവശ്യം? നമുക്കിപ്പോൾ പാലക്കാട് തന്നെ ഒരു IIT ഉണ്ട്, വേറെ IIT-കളൊന്നുമില്ല. സാർ പാലക്കാട് IIT ഉണ്ട്.
ഈ പാലക്കാട് IIT-യിലേക്ക് വരുന്നതിൽ എവിടെ നിന്നൊക്കെയാണ് പിള്ളേർ വരുന്നത്? ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് കേരളത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒന്നാമത്തത് ഈ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന പഴയ കൺസെപ്റ്റ് മാറിയിരിക്കുന്നു. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ക്ലാസ് SSLCക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യം. അതെത്ര 60%. ടോട്ടൽ 360 മാർക്ക് ഔട്ട് ഓഫ് 600. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയൊന്നും കേൾക്കാൻ പറ്റില്ല. 600 നിങ്ങൾക്ക് 599.999 വേണം എങ്കിലാണ് വല്ലതും കിട്ടുള്ളൂ. പക്ഷെ അതിന് ഒരു വിലയില്ല. കാരണം ഇവർ പഠിക്കുന്നൊന്നും അവർ തലേ കയറാണ്, ഈ മഗപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് പഠിച്ചിരുന്ന ഫസ്റ്റ് ക്ലാസ്സുകാരൻ്റെ വിവരം, ഇത് പഴയ ESSLC എന്ന് പറഞ്ഞ 8ാം ക്ലാസ് ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെയൊക്കെ സമയത്തിൽ. ആ ഇംഗ്ലീഷൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാമറിൻ്റെ ഒരു മിസ്റ്റേക്ക് പോലും കാണില്ല. ഇന്ന് ഗ്രാമർ ഉണ്ടോ നിങ്ങൾക്ക്? ഹേ യോ ബ്രോ, ബ്രദറൊക്കെ ഫുൾ ബ്രദറിൻ്റെ സ്പെല്ലിങ് എഴുതാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ BRO DHER എന്നൊക്കെ എഴുതും. കാരണം ഇപ്പം പഠിക്കുന്ന ബ്രോ മാത്രമേ ഉള്ളൂ. അപ്പോൾ BRO മാത്രം എഴുതിയാൽ മതി. ഇവിടെയൊക്കെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ തന്നെ കൊല്ലുകയാണ്. എത്ര പേർക്ക് ദേറിൻ്റെയും വ്യത്യാസം അറിയാം? ഞാൻ പലയിടത്തും കാണുന്നതാണ് ഈ വാക്കുകൾ. ചില മെസ്സേജ് വരുന്നത് ദേർ അവിടെ എന്നുള്ളതിന് പകരം ദേർ THEIR എഴുതിയിട്ട് അയക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ. അത് കാണുമ്പോൾ എനിക്ക് ഇത് ഗ്രാജുവേറ്റാണ്, ഇതുവരെയ്ക്കും ഇത് എത്തിയില്ല ഇങ്ങോട്ട്. അപ്പം ഇന്നത്തെ അന്നത്തെ എഡ്യൂക്കേഷൻ്റെ വ്യത്യാസമുണ്ട്. രണ്ട്, നിങ്ങളെല്ലാം ഷോർട്ട് കട്ടാണ്. യു വാണ്ട് ടു ഗെറ്റ് എംപ്ലോയിഡ് സംഭവം 4 കാശുണ്ടാക്കണം. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവിടെ തന്നെ സ്കോപ്പ് കൊടുക്കുന്നതാണ്. IIT ഇപ്പോൾ ഒന്നല്ലേ ഉള്ളൂ. ഈ IIT-നെ ഒന്നുള്ളത് നമുക്ക് ഫാഷൻ ടെക്നോളജിയുടെ ഒരു സംഭവം കണ്ണൂരിലുണ്ട്. അത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറച്ചുകൂടെ വലുതാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എസ്പെഷ്യലി ബാക്കിയുള്ളടത്ത് നമ്മളെക്കാൾ സ്കോപ്പ് കൂടുതലുണ്ട്. കാരണം ഇവിടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കാനുള്ള ലെവലിലാണല്ലോ ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾ പോകുന്നത്. BMW ഇവിടെ വന്നാണ്, ഓടിച്ചു. പല കാർ കമ്പനികളും ഇവിടെ വന്നിട്ട് തന്നെ ഓടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് സാബു 2020 3,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ഓടി. കാരണം അതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് സോർട്ട് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. കൊടി അവിടെ കൊന്നു. അവരെ സ്ഥലം അളക്കുമ്പോഴത്തേക്കും കൊടി കുത്തൽ തുടങ്ങി. ആദ്യം നിങ്ങൾ അത് മാറ്റാം. ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഹർത്താൽ ഉണ്ടാവും. ഹർത്താലല്ല, ഈ റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഇതൊന്നും ഒരാളെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന്. നിങ്ങളെന്താ അതിനെ പാലിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങളുടെ പോലീസ് ഫോഴ്സിനെ അന്ന് റോട്ടിലേക്ക് ഇറക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഇല്ല? നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് ഈ പോലീസുകാർ പ്രവർത്തിച്ചിട്ട് ഇതിന് ആ സമയത്ത് വണ്ടിയെടുത്ത് ഇറങ്ങുന്നവനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലീസിനാണ് നോക്കുക. ആ ഇറങ്ങുന്നവനെ പ്രൊട്ടക്ട് ചെയ്യലാണ് ആ പോലീസിൻ്റെ കാര്യം. ഓക്കെ. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സ്ഥാപനങ്ങൾ വരും, ജനങ്ങൾക്ക് അതിനനുസരിച്ച്. അങ്ങനെ വരുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ഇന്നതെന്നില്ല. നിങ്ങൾ സ്കോപ്പല്ലേ കൊടുക്കേണ്ടത്? ആ സ്കോപ്പ് കൊടുക്കണമെങ്കിൽ ആദ്യം വ്യവസായ സ്ഥാപനങ്ങളാണ് ഇവിടെ വരേണ്ടത്. അതിന് സുഗമമായിട്ട് വരണമെങ്കിൽ അവർക്കുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് ലേബർ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷനൊക്കെ അതൊക്കെ. ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രശ്നമില്ല. ലേബർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്, നീ വന്നിട്ട് ഞാൻ പണിയൊന്നും എടുക്കില്ല, ഞാനാകെ 8 മണിക്കൂർ, ഞാൻ യൂണിയൻ്റെ നേതാവാണ്, എൻ്റെ പേര് ഞാൻ അവിടെ എഴുതും, എൻ്റെ ശമ്പളം കിട്ടിയിരിക്കണം. നീ പഞ്ചായത്ത് കയറിയില്ലെങ്കിൽ നിനക്ക് ശമ്പളം ഇല്ല. എനിക്കിവിടുത്തെ യൂണിയൻ്റെ നേതാവിനൊന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള റൂൾ ഇവിടെ വന്ന് അതിനെന്ത് ചെയ്യണം? ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന മിസ്ഗൈഡഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടല്ലോ, ഇത് മാറി പറ്റും. കോൺഗ്രസ് അങ്ങനെ പറയുന്നില്ല, പക്ഷെ അവരും ഇവരുടെ കൂടെ കൂടിയിട്ട് അതേപോലെ അങ്ങ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതൊക്കെ മാറ്റിയിട്ട് യു മേക്ക് ദി സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട്സ് മറ്റേ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി. അതിനുള്ള സ്കോപ്പ് നമുക്കില്ലേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അതിന് നമുക്ക് നിയമത്തിൻ്റെ, അവരുടെ കോടതികളുടെ ശക്തമായിട്ടുള്ള ഓർഡേഴ്സ് വേണം. ഹർത്താലിനൊരുത്തൻ്റെ ബസ്സോ കടയിൽ കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ CCTV എടുത്തു കഴിഞ്ഞാൽ അവൻ 5 വർഷത്തിന് ജാമ്യമില്ല. നീ അകത്ത് കിടക്ക്. അതിന് ഇപ്പം ട്രക്കിൻ്റെ പുറത്തുണ്ട് പല്ലവൻ്റെയും മുതൽ കയറിയിട്ട് നിനക്കങ്ങ് തോന്നിയ കാര്യം തല്ലുക ഉടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റൂൾസ് കൊണ്ടുവരണം. ഓക്കെ. എന്താടോ UP തനിക്ക് ഹർത്താലും ബന്ധമൊന്നുമില്ലാത്തത്? പക്ഷെ പ്രതിഷേധിക്കുക എന്നുള്ളൊരു സാധാരണക്കാരൻ്റെ അവകാശം. നീ അവകാശം അത് ഒരു ഡിസ്ട്രക്റ്റീവില് പോകുന്ന സമയത്ത് അതെന്താ അവകാശമാണ്? നീ പ്രതിഷേധിച്ചോ, പക്ഷെ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് മറ്റൊരുത്തേക്ക് പോകണം. അത് നീ എന്നെ എന്തിനാണ് ശല്യം ചെയ്യുന്നത്? നീ റോട്ടിലൊന്ന് ഒച്ചയും പടവും കൂട്ടിക്കോ. എൻ്റെ വണ്ടി വരുമ്പോൾ മാറുത്താ, ഞാൻ എൻ്റെ പാട്ടങ്ങ് പോകും. അല്ല, നീ എൻ്റെ വണ്ടി വരുമ്പോഴത്തേക്ക് കല്ലെടുത്തെറിയുക. പിന്നെന്താ വെച്ചാൽ ഇതുപോലുള്ള ഇവനൊക്കെ എപ്പോഴാണ് ഈ ധൈര്യം കാണുന്നത്? 10 പേർ ഒരുമിച്ച് കൂടുമ്പോൾ. ഒറ്റയ്ക്ക് ഇവൻ ആരും പ്രതിഷേധിക്കാൻ വരുന്നില്ലല്ലോ.
ഈ പ്രതിഷേധക്കാരെ നീ കണ്ടിട്ടുണ്ടോ ഹർത്താലിലൊന്നും? എല്ലാം ഒരുമിച്ചിട്ടല്ലേ നടക്കുള്ളൂ. എന്താ ഒറ്റയ്ക്ക് വരാത്തത്? അപ്പോൾ ഭീരുക്കളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവൻ്റെ അന്ന് ഈവനിങ് വരയ്ക്ക് പണിയെടുക്കാതെ അവൻ്റെ ഓഫീസിൽ ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും, തണ്ണി അടിച്ച് പോയി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്യൂസ്. ഭാരത് ബന്ദ് എന്ന് പറയുന്ന വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഇല്ല. ഭാരതത്തിൻ്റെ ഫുൾ ചെക്ക് ഇതാണ്. ഇതിന് എത്ര ആൾക്കാർ പ്രതികരിച്ചു, എത്ര ആൾക്കാർ വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനൊക്കെ മാറ്റ്. ഓക്കെ. കേന്ദ്രം വെട്ടിച്ചുരുക്കുന്ന കേരള വിഹിതം ഇതാണ് നമ്മുടെ വികസന മുരടിപ്പിന് കാരണമെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിനോട് സാറിന്റെ ഒരു പ്രതികരണം എന്താണ്? നീ തൊള്ളേത്ത് കടം വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടം വാങ്ങിക്കുന്നതിന് ഒരു സ്റ്റേറ്റിന് ഒരു ലിമിറ്റുണ്ട്. വാട്ട് ഈസ് യുവർ ഇൻകം, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കടം വാങ്ങിക്കുക. എപ്പോഴാണ് ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റാവുന്നത്? വെൻ യു നോ ദാറ്റ് ഐ കനോട്ട് റിട്ടേൺ ഇറ്റ്, വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ദെൻ ദാറ്റ് ടൈം സെൻട്രൽ ഹാസ് ടു പുട്ട് എ ബ്രേക്ക്. നീ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പൈസയുടെ ഓഡിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നില്ല. നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഈ 6000 കോടിയുടെ കണക്ക് ഇതുവരെ തന്നിട്ടില്ല? അപ്പം നീ ഇത് അവിടുന്ന് കിട്ടുന്ന വാങ്ങിച്ച് പുട്ടടിച്ചിട്ട് വീട്ടിലേക്കും കൊണ്ടുപോയി മറ്റിടത്തേക്കും കൊണ്ടുപോയി മറ്റേ കോൺട്രാക്ടറും കൊണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണക്ക് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കില്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ, നോർമൽ ഒരു കമ്പനിയിൽ നീ ഒരു കോൺട്രാക്ട് പണി എന്തെങ്കിലും എടുത്തിട്ട് നീ പൈസ കണക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ആ പൈസ തരുമോ? ഇല്ലല്ലോ, കണക്ക് കൊടുക്കണ്ടേ കൃത്യമായിട്ട്, നല്ല പൈസ കിട്ടുള്ളൂ. ഇത് കേന്ദ്രം ആദ്യമായിട്ട് കടന്നു തരികയാണ്. ആ തന്നിട്ടുള്ള പൈസേന് കണക്ക് നിങ്ങൾ ഇന്ന സമയത്ത് കൊടുത്തില്ലെങ്കിൽ അവർ പിന്നെ തരില്ല. അതിനെ ഞങ്ങൾ വെട്ടിച്ചുരുക്കി, ഒരു വെട്ടിച്ചുരുക്കലുമില്ല. ഇഷ്ടംപോലെ പൈസ ഇവിടെ കിട്ടുന്നുമുണ്ട്. ഇത് എന്താ വെച്ചാൽ ഭരിക്കുന്നത് CPM ആണെങ്കിൽ BJP സെൻട്രലാണെങ്കിൽ അവരെ എതിർക്കും. അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എതിർക്കും. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഭരിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് ഗവൺമെൻറ്റാണ് സെൻട്രലെങ്കിൽ അതിനെ പിന്നെ അവർ എതിർക്കും. നിങ്ങളുടെ അയ്യാഷിക്ക് ശബരിമല എന്നും പറഞ്ഞിട്ട് നിങ്ങളൊരു സംഭവം ഉണ്ടാക്കി, അതിൻ്റെ കണക്കിപ്പോൾ പുറത്തു വരുന്ന സമയത്ത് എന്തായിപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലേ പറഞ്ഞത് കൊടുക്കില്ല എന്നുള്ളത്. എന്നിട്ട് പിന്നീട് എന്തായി? ഇവരുടെ ഇപ്പോൾ സമ്മേളനം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതൊക്കെ അറിയുന്നത് ജനങ്ങളെ പൈസ എടുത്തിട്ടായി ചിലവാക്കും. ഓക്കെ, അപ്പോൾ സാറിന് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്? ഇപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കേന്ദ്ര നാഷണൽ ഇൻഫ്ലേഷനേക്കാളും കൂടുതലാണല്ലോ. കൂടുതൽ എന്തുകൊണ്ടാവുന്നത്? നിന്റെ അടുത്ത് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിട്ടും നീ അതിനെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ടൂറിസത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇന്ന് ഇന്ത്യയിൽ വേറൊരു സ്ഥലമില്ല. ഒന്നുമില്ലാത്ത കുറേ ബീച്ച് മാത്രം വെച്ചിട്ട് നടക്കുന്ന ഗോവ. പക്ഷെ നമ്മുടെ നാട് ഒരുപാട് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലേ? കേരളം ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്. അവർക്കുള്ള സോഴ്സ് എവിടെ? ഇപ്പം നിനക്കിവിടെ ഞാനിപ്പോൾ ഒരു സിമ്പിൾ കാര്യം പറയാം. ഇവിടെ എറണാകുളത്ത് കുണ്ടന്നൂരിന്ന് നീ മറ്റേ തോപ്പുംപടി ആ ബ്രിഡ്ജിൻ്റെ അതുവരെ പോകുന്ന സ്ഥലത്തുള്ളത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് കുണ്ടന്നൂരത്ത് ആദ്യത്തെ ആ തേവര പാലം, തേവര സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള ആ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്ററോളം സ്ഥലം അവിടെ കിടപ്പുണ്ട്, ഒരു 3 കിലോമീറ്ററോളം. ലെഫ്റ്റ് സൈഡിൽ ഇഷ്ടംപോലെ സ്പേസ് കിടക്കുന്നു, വാക്ക് വേസും പാത്ത് വേസും എല്ലാം ഉണ്ട്. ഇവിടെ നീ വാട്ടർ എലോങ് വിത്ത് ലാൻഡാണ്. എത്ര മഴ പെയ്താലും വെള്ളം കൂടെ കയറില്ല, അങ്ങനെയുള്ള ലെവലിലുള്ള വെള്ളം. അതിനെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഫുൾ ബ്യൂട്ടിഫൈ ചെയ്ത് ഇതിനകത്ത് റോഡും സൗകര്യങ്ങളും ലൈസൻസ് കൊടുക്കുക. നൈറ്റ് 12 മണി വരെയും തുറന്നിരിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് ടൈം കൊടുക്കും. അവിടെ വന്ന് പാർക്ക് ചെയ്ത് അവരോട് ഇതിൻ്റെയൊക്കെ റവന്യൂ നമുക്കല്ലേ വരുന്നത്. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ചെറിയ സ്പേസാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ബീച്ചുകൾ കിടക്കുന്നു, ചെറായ ബീച്ച്, ഇതെല്ലാം നിങ്ങൾ 8 മണിയായി കഴിഞ്ഞാൽ അടച്ചിട്ടിട്ട് ഇനി ആരും ഇവിടെ കാണാൻ പാടില്ല. അപ്പോൾ സാറിന്റെ കാഴ്ചപ്പാടിൽ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ആക്റ്റീവ് ആക്കണം. ആക്കിക്കോ. അതില്ലാതെ തന്നെ നിങ്ങളുടെ ഡ്രഗ് വിറ്റ് നടക്കുന്ന ചില പപ്പും ബാറും ഇവിടെ ഉണ്ടല്ലോ. ഈ 11 മണി കഴിഞ്ഞിട്ടും അവൻ്റെ ആ ബാറ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള 4-9 റൂമിനകത്ത് ഇത് വിൽപ്പന നടക്കുന്നില്ലേ? എന്താ നിങ്ങൾ റെയ്ഡ് ചെയ്യാത്തത്? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കർബ് ചെയ്യാം. പിന്നെ രാത്രി ഇറങ്ങി നടന്നെന്നും പറഞ്ഞിട്ട് ഇവിടെ രാത്രി എത്ര റേപ്പാടോ നടന്നിരിക്കുന്നത്. ഇന്ന് പെൺകുട്ടികൾ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. അതിന് ഒന്നാമത്തെ നിങ്ങൾ വഴികളുടെ വെളിച്ചം ആദ്യം ഓപ്പൺ ആക്കുക. ഇത് പലയിടത്തും വഴിയോരത്തുള്ള ലൈറ്റുകൾ കത്തുന്നുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മുഴുവൻ ചെയ്തിട്ട് പിന്നെ റൂൾസ് ഇറക്കും. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു കാര്യം പറഞ്ഞത് ടൂറിസം ഡെവലപ്മെൻറ്റ്. ഇതുപോലുള്ള ബീച്ചുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ വർക്കല ബീച്ചിലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലുള്ള സ്പോർട്സ് ഫെസിലിറ്റീസ് എല്ലാ സ്ഥലങ്ങളിലും ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മറ്റേ കടലോര പ്രദേശത്തുള്ള വെറും ഫിഷർമെൻ കമ്മ്യൂണിറ്റി അല്ല, മത്സ്യത്തൊഴിലാളികളല്ല, അവരുടെ പഠിച്ചു വന്നിരിക്കുന്ന പിള്ളേർക്കുള്ള വേറൊരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട്. സ്കൂബ ഡൈവിങ് പലതും. സ്കൂബ ഇവിടെ വലിയ സ്കോപ്പില്ല, കാരണം ഞങ്ങളുടെ കോറൽസ് നമുക്കില്ല.
അതിപ്പോൾ ആൻഡമാൻസിലും ഇടയ്ക്കുള്ള പോലുള്ള കോറൽ ബീച്ചസ് നമുക്കില്ല. വർക്കലയിൽ ഒരുപക്ഷെ കാണാൻ സാധ്യതയുണ്ട്, അവിടെ റോക്കുകളുണ്ട്. അതല്ലാതെ തന്നെ ആ ബീച്ചുകളിൽ നിനക്ക് പല സ്കീ ഡൈവ് ഇതുണ്ട്, സ്കൂട്ടർ സ്കീസ്, പല വാട്ടർ സ്പോർട്സുകളും അവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ അതിനനുസരിച്ചിട്ട് എന്താണ് ഫുഡ് സ്റ്റോൾസ് വരും, സീ ഫുഡ് ഡെവലപ്പ്, ഇതൊക്കെ വരുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസമാണോ. പിന്നെ നിങ്ങൾ മൂന്നാർ സൈഡിലോട്ട് പോകും, മലയോരത്ത്. ഇപ്പോഴത്തെ ട്രാഫിക് കാരണം ഒന്നും പോകാനൊന്നും വൃത്തിയില്ലാതായിരിക്കും. അതിനെ ഡെവലപ്പ് ചെയ്യൂ, ഡീവിയേറ്റ് ചെയ്യേ. എവിടെയാണത് ഇല്ലാത്ത ആ സൈഡിലോട്ട് വാഗമണിൽ പോയി കഴിഞ്ഞാൽ എത്രയോ സ്പേസുകൾ അവിടെ കിടപ്പണം. നിങ്ങൾക്ക് ഇത്രയധികം സ്കോപ്പ് ഉള്ളത് ജംഗിൾ സഫാരി, കാടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസം വേറെ ലെവലിലെത്തും. ഇപ്പോൾ വാഗമൺ സൈഡിലൊക്കെ പോകുമ്പോൾ ആ മറ്റേ തങ്കപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതിനകത്ത് നമുക്ക് റോക്ക് ക്ലൈമ്പിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെവി സ്പോർട്സുകൾ, അഡ്വഞ്ചർ സ്പോർട്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കയറുന്നതിനനുസരിച്ച് കടകൾ വരുന്നതെല്ലാം. അപ്പോൾ ടൂറിസം നിങ്ങൾ ആദ്യം ഇരുന്നിട്ടൊരു ചാർട്ട് ഉണ്ടാക്കുക കേരളത്തിൻ്റെ, ഞങ്ങളുടെ വരുമാനം അവിടുന്ന് വരും. അതുപോലെ ഇൻഡസ്ട്രിയൽ ആളുകൾ വരുന്ന സമയത്ത് അവരുടെ ഈ കമ്പനിക്കകത്ത് യൂണിയൻ ഉണ്ടാക്കിയിട്ട് അതിനെ സ്പോയിൽ ചെയ്യാൻ സമ്മതിക്കരുത്. ഓക്കെ, നിങ്ങൾ യൂണിയനെ അർത്ഥം കയറ്റും. എൻ്റെ പാർട്ടിക്കാരുണ്ട് ഒരു 10 പേരെ കയറ്റി തുലഞ്ഞ്, അവർക്ക് ലെറ്റ് ദം ഡു ഇറ്റ്. പണിയെടുക്കുന്നവൻ മാത്രം വന്നാൽ മതി, ഒപ്പിട്ടിട്ട് ശമ്പളം വാങ്ങിക്കുന്നവന് വേണ്ട. ആ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാണ്. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാർ വോട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് സാധാരണക്കാരൻ അക്സെപ്റ്റ് ചെയ്യും. അവൻ പറയുന്നത് ശരിയല്ലേ നമ്മൾ ഈ പറയുന്നത്. അതായതുകൊണ്ട് അപ്പം അതുകൊണ്ട് എനിക്കിപ്പം അവരുടെ വോട്ട് വേണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സ്കോപ്പുകൾ കൂടെ. പിന്നെ കേരളത്തെ പോലെ പഴയ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികൾ 2-3 ഇപ്പം കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ഇവിടെ കൊടുങ്ങല്ലൂർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, നമ്മളിതിനെ എല്ലാം കൂടെ ജാതി മതമൊക്കെ മാറ്റിയിട്ട് ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിനുള്ള സ്കോപ്പ് പലർത്തും കൊടുക്കാം. ഇപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. അത് ഭാരതപ്പുഴയെ തൊട്ട് നിൽക്കുന്നത്, അതിനകത്ത് ചരിത്രപുരാണമായിട്ടുള്ള പല അമ്പലങ്ങളും ഐതിഹ്യങ്ങളും ഉള്ളത്. പക്ഷെ ആർക്കും അറിയില്ല, ഇവിടുത്തെ ഹിന്ദുവിനടക്കം അറിയില്ല. നിങ്ങൾ ഇതിനൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിടണ്ട. വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ അപ്പോഴത്തേക്കും 4 കാശ് വരുമാനം വന്ന ദേവസ്വം ബോർഡ് എടുത്തത്. പിന്നെ അവിടുത്തെ ഡെവലപ്മെന്റ് ഒക്കെ അവിടെ നിന്നു. ഓക്കെ, ഇപ്പൊ സാറിന്റെ പട്ടാമ്പിയും ഒറ്റപ്പാലത്തൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര വികസന മുരടിപ്പ് നമുക്ക് ഈ കൊച്ചിയിൽ നിന്ന് ചെല്ലുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്നറിയാം, അവിടുത്തെ ആൾക്കാർ വളരെ സിമ്പിളാണ്. അവരുള്ളത് കൊണ്ട് ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോകും. അവർ റെവല്യൂഷണറി അല്ല, പാവങ്ങളാണ്. പോട്ടെ, നമ്മൾ സഹിക്കാം. ചില ഞങ്ങളെ യുവാക്കളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കഷ്ടമാണ് അവിടെ, കഷ്ടമാണ് അവിടെ. ഞാനും പോയിട്ട് ഇപ്പം നാളെ പൂരത്തിനൊക്കെ ഒന്ന് കറങ്ങിയപ്പം പല സംഭവങ്ങളും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും നാളെ ക്രിക്കറ്റ് മാച്ചിൻ്റെ ഒരു സംഭവത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ചെറിയ കുട്ടികളുടെ കംപ്ലൈൻറ്റ് നീ നാളെ പറഞ്ഞെന്ന് തോന്നി, അവിടെ കളിസ്ഥലങ്ങളില്ല എന്നുള്ളത്. ഈ കളിസ്ഥലങ്ങളില്ല എന്നുള്ളത് ചെറിയൊരു സംഭവം അല്ല, അത് അതിൻ്റെ പിറകിലൊരു ഡെപ്ത് ഉണ്ട്. ഈ കളിസ്ഥലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ ഈ സമയത്ത് ചൊറിയും കുത്തിങ്ങനെ 2-3 ദിവസമൊക്കെ ഇരിക്കും. ഈ സമയത്താണ് മറ്റവൻ വരുന്നത്, ഇവിടുന്ന് മരടുന്ന് കഞ്ചാവും അല്ലെങ്കിൽ MDMA ആയിട്ട് കുണ്ടന്നൂർ സൈഡിൽ കൂടെ അങ്ങനെ ഒരുത്തം പോയി അവിടെ ചെന്നിട്ട് പിള്ളേരെ പിടിച്ച് ചിലതൊന്നും ഒട്ടിച്ചു കൊടുത്തു. ഈ പിള്ളേർ ഈ സമയം പിന്നെ അവർ കളിക്കാൻ വേണ്ടി നോക്കില്ല. അവന് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ അങ്കിൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് വേണ്ടത് അടുത്ത് കാശില്ലത് വാങ്ങിക്കാം. അവൻ ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത്, പിന്നെ അവനതിന് അഡിക്റ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കാശ്, പിന്നെ അവൻ വയലൻ്റ് ആവാണ്. വീട്ടിൽ പോകുന്നു, കാശിന് വേണ്ടി അമ്മ അടിക്കുന്നു, അച്ഛനെ അടിക്കുന്നു, പെങ്ങളെ റേപ്പ് ചെയ്യുന്നു. ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ. കാരണം സ്ഥലകാല ബോധങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോലും ഒരു ജനതയെ ഈ ഡ്രഗ് മാഫിയ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പെടാതിരിക്കണമെങ്കിൽ ഈ സമയങ്ങളിൽ ഏത് സമയത്ത് അവരിവരെ ടാർഗറ്റ് ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കളിച്ച് ടയർഡായിട്ട് അവർ ബ്രെയിൻ ഇതെല്ലാം ഫ്രഷായിട്ട് വീട്ടിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം. അതിനെന്താണ് കളിസ്ഥലങ്ങൾ എന്താ ഇല്ലാത്തത്? ഓരോ കാലങ്ങളിൽ നമ്മുടെ സമ്മർ സീസണിലൊക്കെ ഇത്രയും പറമ്പും കാര്യങ്ങളും ചില പ്രൈവറ്റ് പാർട്ടീസ് പറയും കുട്ടികളെ കളിച്ചോന്ന്. ഇല്ലേ, വേണ്ട. എത്ര സ്കൂളുകൾക്ക് ഗ്രൗണ്ടുകളുണ്ട്? 5 മണി കഴിഞ്ഞാൽ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ എന്താണ് പണി? നമ്മൾ അതിനെയാണ് ഗവൺമെൻറ്, ഇപ്പം നമ്മളൊരു MLA എന്തെങ്കിലും ഒക്കെ ആവുകയാണെങ്കിൽ ആ ഗവൺമെൻറ് സ്കൂളുകളിലെ ഗ്രൗണ്ടുകൾ മുഴുവൻ നമ്മൾ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്ത് 5 മണിക്ക് ശേഷം ഇത്ര മണി വരെ നമ്മളവിടെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് 7 മണി കഴിഞ്ഞാൽ പോകണം. അവർക്ക് ഹോംവർക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഈ 4-5 മണിക്ക് ഉള്ളിൽ ആ ഏരിയയിലുള്ള പിള്ളേർ മുഴുവൻ അവിടെ ഒച്ചയും വെള്ളവും കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം എന്തായി? അവിടെ കടകൾ വരും, വല്ലതും വരും, പിന്നെ ആൾക്കാരുടെ നോട്ടം ഉണ്ടാവും. അപ്പം ഈ സമൂഹത്തിൽ ഇതുപോലെ ഡ്രഗ് വിറ്റ് നടക്കുന്ന
അവന്മാർക്ക് എൻട്രി കിട്ടില്ല. കാരണം അറിയാത്തൊരുത്തനോട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുമ്പോൾ ആരാ. അപ്പം അത് കുട്ടികൾ കളിക്കുന്ന കാണാൻ വരുന്ന ഇപ്പം എത്രയോ വീട്ടിലുള്ള വയസ്സന്മാരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കാൻ വരും, അവരുടെ പഴയ കാലങ്ങൾ ഓർക്കാൻ വേണ്ടി. അപ്പം അതിന് നമ്മൾ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ മോനെ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിന് ആ അമ്മയ്ക്ക് വിഷമിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഈ മകനാണ് നാക്കൻ്റെ അടിയിൽ ഇത് ഒട്ടിച്ച് പോയിട്ട് അമ്മേനെ തല്ലുന്നു. ഓക്കെ, ഈ പാലക്കാടിന്റെ വികസനം അല്ലെങ്കിൽ ഒറ്റപ്പാലത്തിന്റെയോ പട്ടാമ്പിയുടെ വികസനം ഏറ്റവും ചെറിയ കുട്ടികളിൽ തന്നെ തുടങ്ങണം എന്നാണ് സാർ അവകാശപ്പെടുന്നത്. തുടങ്ങണം. കാരണം അവർക്കിന്നിപ്പോൾ അറിയില്ല, അവരിപ്പോൾ ഉള്ളതും വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഞാൻ കണ്ടിട്ടിപ്പം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെയധികം നീട്ടിയത്. പക്ഷെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ നോക്കിയിട്ടുണ്ടോ? ഞാൻ പട്ടാളത്തിൽ 75 തൊട്ടിട്ട് ഞാൻ അതിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് വലിയ മാറ്റം കുറച്ചൊന്നും നീട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ആ ഒരു ലൈൻ ട്രിപ്ലിങ് ആക്കലോ ഇതൊന്നും അവിടെ കാണുന്നില്ല. പിന്നെ എത്ര വണ്ടികൾ അവിടെ നിർത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ. അപ്പം ഇതൊക്കെ നമുക്കെന്താ, ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. സെൻട്രലിൽ നമ്മുടെ പാർട്ടി ഭരിക്കുന്നുണ്ട്, നമ്മളൊരു അധികാര പൊസിഷനിൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടത്തി കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ സാർ ഇപ്പോൾ കേരള സർക്കാരിന് 10 കൊല്ലം തുടർച്ചയായിട്ട് പഠിച്ചിട്ടുള്ള പിണറായി സർക്കാരിന് എത്ര മാർക്കിടും? ചില ഡെവലപ്മെന്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ അറിയാത്തത്. ഓക്കെ, പക്ഷെ അതിന് അധികം കട്ടുമുടിപ്പിച്ചിട്ടുമുണ്ട്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഡെവലപ്മെന്റ് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ആ മറ്റേ കറപ്ഷനിൽ ഇതെല്ലാം മുങ്ങിപ്പോയി. കഴിഞ്ഞ 10 വർഷം ഇത്, 11 വർഷം ഇന്ത്യ എടുക്കുക. ഇന്ത്യയിലെ റോഡുകളുടെ വികസനങ്ങൾ, റെയിൽവേ വികസനങ്ങൾ, ജമ്മു കാശ്മീരിലടക്കം റെയിൽവേ പാത നിർമ്മിച്ച് കാശ്മീരിലേക്ക് റെയിൽ ട്രാക്ക് കൊണ്ടുപോയിട്ടുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് BJP ഗവൺമെൻറ് അല്ല. എത്ര എക്സ്പ്രസ് ഹൈവേസ്, ഇപ്പോൾ ബോംബെ ഡൽഹി എക്സ്പ്രസ് ഹൈവേ ഇപ്പോൾ തുറക്കാൻ പോവുകയാണ്. തുറന്നു കഴിഞ്ഞാൽ 12 മണിക്കൂറിൽ നിങ്ങൾ ബോംബെയിലാണ്, ബോംബെ ടു ഡൽഹി എത്തുകയാണ്. എത്രയാണ്? ഓൾമോസ്റ്റ് ലൈക്ക് 1800 കിലോമീറ്റേഴ്സ് മറ്റാണെന്ന് തോന്നുന്നു. 2000 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതവിടെ എത്തുകയാണത്. അതെങ്ങനെ? അത് പണ്ടും 2 ദിവസമൊക്കെ പിടിച്ചിരുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ ഫാസ്റ്റായിട്ട്. അപ്പം ചരക്കുകളുടെ പോക്ക് ഫാസ്റ്റായിരിക്കും, ആളുകളുടെ പോക്ക് ഫാസ്റ്റായിരിക്കും. ഇതിനകത്ത് എന്താണ്, നമ്മൾ ഉള്ള ടൈമിന് നമ്മൾ ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ വിളിച്ച് ഈ 2 ദിവസം വണ്ടിയിലിരുന്ന് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യരെ കൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. സമയത്തിനാണ് ഏറ്റവും വലിയ വിലയുണ്ട്. അപ്പോൾ കേരളയിൽ വേണം എന്ന് തന്നെയാണ് സാറിന്റെ അഭിപ്രായം. കേരളയിൽ നിങ്ങൾ കക്കാൻ വേണ്ടിയിട്ട് കക്കൽ റെയിൽ ആവണ്ട. അതില്ലാതെ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടല്ലോ വന്ദേ ഭാരത്. ഈ 3 മണിക്കൂർ കൂടുതൽ സ്പീഡിലെല്ലാം ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തണമെങ്കിൽ 6 മണിക്കൂർ. കേരളയിൽ വന്നു, ഓക്കെ 4 മണിക്കൂറായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന കേരളയിൽ ആ സ്പീഡിൽ 240 അല്ലെങ്കിൽ 260 കിലോമീറ്റർ സ്പീഡിൽ പോകണമെങ്കിൽ അതിന് നിങ്ങളുടെ കേരളയിൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുത്തി കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 കൊല്ലം വേണം ഈ ട്രാക്ക് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഉള്ള ട്രാക്കിൽ കൂടെ ഉള്ള സ്പീഡ് ഇപ്പോൾ ഓൾറെഡി വന്ദേ ഭാരത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു കേരളയിൽ കൊണ്ടുവന്നിട്ട്? എന്തിനായിരുന്നു ഈ കേരളയിൽ ആരുടെ കോൺട്രാക്റ്റിലായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് ചില ഫോറിൻ കമ്പനീസ് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ലേ? അവിടെയും ഒരു വലിയൊരു കറപ്ഷൻ ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റും കണ്ടു. അതുകൊണ്ട് നിങ്ങൾക്കത് വേണ്ട. ഓക്കെ, ഇപ്പോൾ ഭയങ്കര വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ന്യൂസാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. ഒരു സിനിമാ സംവിധായകൻ എന്ന നിലയിൽ സാറ് ഈ ഒരു പ്രവൃത്തിനെ എങ്ങനെ നോക്കി കാണുന്നു? ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ വരാൻ പോവാണോ? എന്താ സാറിൻ്റെ ഒരു അഭിപ്രായം? വിജയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഒരു ഇപ്പോൾ MGR രാഷ്ട്രീയത്തിൽ വന്നൊരു കാലം ഉണ്ടായിരുന്നു. അതേപോലെ ആദ്യത്തെ ഒരു കരുണാനിധി ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, പക്ഷെ MGR ആണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവിടെ ഓളം ഉണ്ടാക്കിയത്. അന്ന് MGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷൻ മാസ്റ്റർ കളറിപ്പയറ്റ് മറ്റൊക്കെ വെച്ചിട്ട് ഫാൻസിൻ്റെ ഒരു വേറൊരു ബിൽഡായിരുന്നു. ഇന്ന് അതേ MGRൻ്റെ ആക്ഷൻ ഇന്ന് ഇവിടെ ഓടില്ല. ഇന്ന് അഡ്വാൻസായി. ഇന്ന് MGR ഇവിടെ വന്നിട്ട് നിന്നുകൊണ്ട് അതേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ MGRന് നിൽക്കില്ല. കാരണം ആ ഫാൻസ് ഇല്ലെന്നിവിടെ. ഇന്നത്തെ ടു ഹൈടെക് ആയിട്ടുള്ളതാണ്. അപ്പോൾ വിജയ് ഇന്ന് നിൽക്കുന്നത് അതുപോലുള്ളൊരു ചെറുപ്പക്കാരുടെ ഇടയിലാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരുടെ ഓളം ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ നിങ്ങൾ തുടക്കത്തിൽ ആൾക്കാരെ കൈക്കൂലി കൊടുത്തിട്ടാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. പലയിടത്തും പൈസ കൊടുക്കുന്നു, മറ്റു കൊടുക്കുന്നു എന്നെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കില്ലേ? തെറ്റല്ലേ അത്? നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്? നിങ്ങൾ കൈക്കൂലി എടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളെന്തോ കക്കാനുള്ള പരിപാടിയില്ലേ? അല്ലെങ്കിൽ ഞാൻ എന്തിനാണോ എൻ്റെ വീട്ടിലുള്ള പൈസ എടുത്തിട്ട് നിനക്കെന്താ നീ എനിക്ക് വോട്ട് ചെയ്യടാന്നുള്ളത്? ഞാൻ എന്തിനാണ് ചെയ്യുന്നത്?
നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ശരിയാണ്, ഒരു പാവപ്പെട്ട സ്ത്രീ കിടക്കുന്നത് ആ പോക്കറ്റിൽ നിന്ന് കൈ എടുത്തിട്ട് അമ്മ എന്താ വേണ്ടത്, അതൊരു സന്തോഷം. അതിപ്പോൾ നമ്മൾ അല്ലെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരിത് പാക്കറ്റ് പോവല്ലേ, 5000 രൂപ 3000, എവിടുന്ന ഈ പൈസ വന്നിരിക്കുന്നത്? ദാറ്റ് മീൻസ് വെൻ യു ആർ സ്പെൻഡിങ് 300 crores ടു പ്രൊപ്പഗേറ്റ്, യു ആർ ഓൾറെഡി ടാർഗറ്റഡ് 30,000 crores. ഓക്കെ. ഈ മരണം മുന്നിൽ കണ്ടിട്ട് സാറ് പല മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയിട്ട് ഒരു ഡോറിന്റെ അപ്പുറം ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് റൈഫിളുമായിട്ട് കയറുമ്പോൾ ചിലപ്പോൾ അവിടെ ഏത് നിമിഷവും മരണം നമ്മുടെ മുമ്പിലുണ്ട്, തലച്ചോറ് തുളച്ചുകൊണ്ട് ഇരുമ്പുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോവാം എന്ന ബോധ്യം സാറിനുണ്ടായിരുന്നു. അതൊട്ടും സാറിനെ പേടിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടല്ലോ, മേജർ രവിക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ, അതെവിടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്നെ അതിപ്പോൾ വലിയ കാര്യമൊന്നും വേദനിപ്പിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വിവരമില്ലാത്ത കുറേ ആൾക്കാർക്ക് ഷാലോ നോളേജ് എന്ന് പറയും. സിമ്പിൾ കാര്യങ്ങൾ പറയാം. വയനാട് പോയി ഒരു എയർഫോഴ്സുകാരൻ റിട്ടയർഡ് എന്തോ ഒരു പെട്രോൾ അടിച്ചിരുന്ന ഒരുത്തൻ കോപ്പളം എന്തോ ആയിരുന്നു, അവനിപ്പോൾ എന്തോ എയർപോർട്ടിൽ ജോലിയുണ്ട്. അവനെ കൊണ്ട് ഇവിടെ നമ്മളൊക്കെ അറിയുന്ന ഒരു കോമൺ ഒരുത്തൻ ചെയ്യിപ്പിച്ചൊരു പണിയാണ്. കംപ്ലൈൻറ്റ് പ്രൈം മിനിസ്റ്റർക്ക്, മേജർ രവി യൂണിഫോം ഇട്ടു. പ്രൈം മിനിസ്റ്റർ മോദി കാത്തിരിക്കുകയായിരുന്നു, മേജർ രവി എപ്പോൾ യൂണിഫോം ഇടും അപ്പോൾ അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളെല്ലാം പലരും ചിലർക്ക് വിളിച്ചു, അല്ല സാറേ ഇത് വലിയ പ്രശ്നമാകുമോ? അപ്പം എന്താണ് പ്രശ്നം? എന്താണ്? ഒന്നാമത്തത് യൂണിഫോം അല്ലാതെ, അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ സെക്യൂരിറ്റിക്കാരന്മാർ ഇതുപോലുള്ള ക്യാമഫ്ലേജ് യൂണിഫോം ഇട്ടിട്ടുണ്ടോ? നീ എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അപ്പം അത് യൂണിഫോം അല്ല. പിന്നെ ഇനി അത് യൂണിഫോം ആയിരുന്നെങ്കിലും നീ എന്നെ മൂക്കൂടെ കേട്ടില്ല. കാരണം അതെന്തായിരുന്നു സിറ്റുവേഷൻ? 8 സിവിൽ അതോറിറ്റീസ്, ഭൂകമ്പം, പ്രളയം, അതുപോലെ തന്നെ ആന്തി, തുഫാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ലോക്കൽ ബോഡീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആർമിക്കാർ ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയുടെ ആളുകൾ ഇറങ്ങുന്ന സമയത്തോ ആധികാരികമായിട്ട് റിട്ടയർഡ് പട്ടാളക്കാരന് യൂണിഫോം ധരിക്കാം എന്ന റൂളുണ്ട്. അതിന് റൂൾ അറിയുന്ന പട്ടാളക്കാരനാണെങ്കിൽ അവൻ കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് വിവരമുണ്ടാവും. ഈ റൂളൊന്നും അറിയാത്തവന്മാരാണെങ്കിൽ കുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ. എന്നാൽ തനിക്കറിയൊന്ന്, കുക്കനെ പോലെ ഇത്രയും വലിയ ഹാർഡ് വർക്ക് പട്ടാളത്തിൽ വേറെ ആൾക്കും ഇല്ല. അത് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? 600 ആൾക്കാരുടെ ഒരു ബറ്റാലിയന് അല്ലെങ്കിൽ 120 ആൾക്കാരുടെ ഒരു ബാറ്ററിക്ക് ഇവൻ കാലത്ത് 3 മണിക്ക് എഴുന്നിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കണം. അത് ഏത് തണുപ്പാണെങ്കിലും ഏത് ചൂടാണെങ്കിലും. അത് അണ്ടാവിൽ ചായ തിളപ്പിച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അവിടെ മാറ്റി വെക്കണം. അപ്പത്തേക്ക് അവനെന്തായി ബ്രേക്ക്ഫാസ്റ്റ് അവൻ 8 മണിക്ക് വരും. അതിന് മുന്നേ അവന് പൂരി അടിക്കണം. ഈ 120 ആൾക്കാർക്ക് 120 ആൾക്കാർക്ക് 4 പൂരി വെച്ചിട്ടെങ്കിൽ നീ അടിച്ചു കഴിഞ്ഞാൽ അതെവിടെ എത്തി? 500 ചില്ലാനായത്, 450ഓളം പൂരിയായത്. ഇത് ഇങ്ങനെ അടിക്കണം. അതിന് ഹെൽപ്പറെ കിട്ടും. പക്ഷെ ഇതും അടിച്ച് അത് കഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഉച്ചയ്ക്കുള്ള ചാപ്പാടുകൾ കയറണം, ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കണം, വെജിറ്റബിൾ കട്ട് ചെയ്യണം, മട്ടൻ കട്ട് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചാപ്പാട് കൊടുത്ത് തീരുമ്പോഴത്തേക്കും മണി ഒരു 2:30. ലാസ്റ്റ് ആൾക്കാർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ 2:30, 3, 4 മണിക്ക് വേറെ ചായ കൊടുക്കണം. അപ്പം ആ ചായ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ചപ്പാത്തി പരത്തണം. രാത്രി ഇവരെല്ലാം കഴിച്ചു പോയിട്ട് പിന്നെ പാത്രവും കഴിയിട്ട് അവിടെ കിടക്കുമ്പോഴത്തേക്കും ഇവന് 10:30, 11 മണിയാവും. ആ കുക്കിനെയാണ് നിങ്ങളിങ്ങനെ കളിയാക്കുന്നത്. എന്നെ നിങ്ങൾ കുക്കെന്ന് വിളിച്ചാൽ എനിക്ക് അഭിമാനമുള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞാനിതൊക്കെ ഒബ്സർവ് ചെയ്യും. ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് വിട്. എന്നെക്കുറിച്ച് എന്ത് ക്യാമ്പയിൻ നീ ചെയ്താണ്, ഞാൻ ആരാന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഈ ഒളിഞ്ഞു നിന്ന് ക്യാമ്പയിൻ ചെയ്യുന്നവരോട് എനിക്ക് പുച്ഛമാണ്. ചങ്കൂറ്റുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് സംസാരിക്കും. ഞാൻ നേരിട്ട് സംസാരിക്കാം. ഇവിടെ ചില പുളുവടിച്ച് നടക്കുന്ന പട്ടാളക്കാരുടെ അടുത്ത് എനിക്ക് വേണമെങ്കിൽ ഫേസ് ടു ഫേസ് പറയാം. കാരണം എൻ്റെ അടുത്ത് അത് ഒതൻറ്റിക് റിപ്പോർട്ടും പേപ്പേഴ്സും ഉണ്ടായിരിക്കും. ഇതൊന്നുമില്ലാതെ പട്ടാളത്തിൽക്കാരൻ്റെ യൂണിഫോം ഇട്ട് പോയിട്ട് മേജർ രവീനെ ചൂരന്മലയിലൊക്കെ തൂക്കിക്കൊല്ലാൻ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് നടന്നിട്ടുള്ള ചില മീഡിയാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായിടോ? 2 വർഷം കഴിഞ്ഞില്ലേ? ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. പ്രൈം മിനിസ്റ്റർ എന്താ എന്നെ വിളിക്കാത്തത്? സോ ഇതുപോലുള്ള ന്യൂസൊന്നും കേട്ടാൽ എനിക്കൊരു പ്രശ്നമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ചതിച്ചു, വഞ്ചിച്ചു, പൈസ വല്ലോനും അടിച്ചുകൊണ്ട് പോയതിനൊക്കെ എൻ്റെ പേരുണ്ടാവും. അതൊരു സാധാരണ ഒരു സെലിബ്രിറ്റിക്ക് നിനക്ക് അസൂയ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുള്ളൂ. അങ്ങനെ ഞാൻ വലിയ പ്രശ്നം നല്ല അതുണ്ടാവും. അത്
അപ്പം അതിന് ഞാനെന്തിനാ വിഷമിക്കുന്നത്? പിന്നെ ഞാൻ ഇവരുടെ ആരുടെയും മുമ്പിൽ പോയിട്ട് ഓച്ചാനിച്ച് നിൽക്കുന്നില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? പിന്നെ നീ ആരാ എന്നെ മുട്ടുകുത്തിക്കാൻ? അപ്പത്തേക്കും മോഹൻലാലിൻ്റെ പടം ഒരിക്കലും നടക്കില്ല. എന്താണ് ഒരു സുഖം, അത് നടക്കരുത്. പക്ഷെ നടന്ന് കാണുമ്പോഴായിരിക്കും പിന്നെയും ഇതൊക്കെ കാന്താറിന്റെ സമയത്തും പറഞ്ഞു അങ്ങനെ സംഭവമില്ല എന്നൊക്കെ. ആയിക്കോട്ടെ, എന്തായാലും പടം കാണാൻ വേണ്ടിയിട്ട് എല്ലാ മോഹൻലാൽ ആരാധകരും കാത്തിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, പൊട്ടിച്ച് എൻ്റെ ഓക്കെ. അപ്പോ കേരള നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയാവാൻ പോവാണ് എന്ന് കഥകളും റിപ്പോർട്ടുകളും എയറിലുണ്ട്. എവിടെയായിരിക്കും നിൽക്കാൻ പോവാ, പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ എല്ലായിടത്തും പറയുന്നുണ്ട്, തൃപ്പൂണിത്തുറ, പാലക്കാട്, ഒറ്റപ്പാലം എന്നൊക്കെ ആയിട്ട്. I don't want to fight. Wherever the party says, I just stand. അപ്പോൾ പാർട്ടിക്ക് ചില പ്രഷേഴ്സ് പല സൈഡിൽ നിന്നുണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രഷർ ഇല്ലാത്തൊരു സ്ഥലം തന്നെങ്കിൽ ഞാൻ ആ സൈഡിൽ കൂടെ പൊയ്ക്കോളാം. പക്ഷെ ജയിച്ചിട്ട് വരാനായിരിക്കും ഞാൻ അതിലെ പോകും, ഏതാണെങ്കിലും ശരി. പക്ഷെ ചില സ്ഥലങ്ങളോട് ഞാൻ പറയാം പറ്റില്ല, അവിടെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ സ്ഥലത്ത് എന്നെ പിടിച്ചിട്ടില്ല. ചെറിയ സ്കോപ്പ് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാമെന്നുള്ള ഉറപ്പുള്ള സ്ഥലത്ത് ഞാൻ അവിടെ നിൽക്കും, അവിടെ സപ്പോർട്ട് വാങ്ങിക്കും. അപ്പോൾ വിജയാശംസകൾ. താങ്ക് യു. ഇനിയുള്ള ഒരു 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ AI പുതിയ ഫീൽഡിലേക്ക് കടന്നു വരുവാണ്. ഗവേണൻസിന് അത് മാറ്റം വരും. നമ്മുടെ മൊത്തം താറുമാറായി കിടക്കുന്ന സിസ്റ്റം അത് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് AI ടെക്നോളജി ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി വരുന്ന ഒരു 5 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ എക്കോണമിയിലായിക്കോട്ടെ, പൊളിറ്റിക്സിലായിക്കോട്ടെ, ജനങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ എന്തൊക്കെ മാറ്റങ്ങൾ വരും? അതിന് മേജർ രവിയുടെ വിഷൻ എന്താണ്, ഒന്ന് പറയാമോ സാറേ? ഇപ്പം ഞാനൊരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ AI എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഫ്യൂച്ചർ, ഒരു സംശയമില്ല. അപ്പം അതിന് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ഒരു ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു AI എന്താണെന്ന്, കടന്ന് ഉരുളുന്നതും കുഴയുന്നതും നമ്മൾ കണ്ടതായിരുന്നു. പക്ഷെ അവിടെ കൃത്യമായിട്ടൊരു ഉത്തരം പറഞ്ഞ മോദിജിയുണ്ട്. വാട്ട് ഈസ് AI എന്നുള്ളത്. നീ ഒരു ബുക്കിലൊരു സാധനം നോക്കാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് AIയോട് ചോദിച്ചാൽ മതി, മെറ്റ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കും, മെറ്റ പറഞ്ഞു തരും. പക്ഷെ അതിൽ AI കൂടെ വരുന്ന സമയത്ത് എനിക്ക് ആ പർട്ടിക്കുലർ അതിനകത്ത് എന്താണ് വേണ്ടതെന്നുള്ള അങ്ങ് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ AI ഈസ് ഗിവിങ് യു ദ ഫീഡ്ബാക്ക്. നമ്മുടെ ടൈം 10 മിനിറ്റ് തല പോഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യേണ്ടത് വിത്തിൻ 1 or 2 സെക്കൻഡ്സിൽ നമ്മുടെ കയ്യിൽ കിട്ടാം. ഇത്രയും ടൈം നമ്മൾ സേവ് ചെയ്യണം. ഈ ടൈം എന്ന് പറയുന്നത് വലിയൊരു ഫാക്റ്റാണ്. നീ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം നീ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 50 minutes യു ഗോട്ട് ഫോർ സം അതർ പ്രോസ്പറിങ് തിങ്കിങ് എന്നുള്ള സമയം വരുന്നുണ്ട്. ഇവിടെയാണ് AI ഈസ് ഗോയിങ് ടു പ്ലേ എ ബിഗ് റോൾ. അപ്പോൾ മനുഷ്യ ജീവിതം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എളുപ്പവുമാവും, ടൈം സേവിങ്ങും ആയി. അപ്പം അത് വരുന്ന സമയത്ത് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് AI ഡെവലപ്പ് ചെയ്യുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെ അവിടെ എംപ്ലോയ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഈ BJP സെൻട്രൽ ഭരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ചങ്കോട്ടത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രപ്പോസൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പ്രശ്നം എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന ആരാണ്, അവർ ചിലപ്പോൾ നമുക്ക് സ്ഥലം തരാതെ നമ്മളായിട്ട് കളിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം പോലും നമുക്ക് ലീസിന് വാങ്ങിക്കത്തക്ക രീതിയിലുള്ള സെറ്റപ്പ് ചെയ്യാൻ പവറുള്ള ഒരു പാർട്ടിയാണെങ്കിൽ സെൻട്രൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളത്. സാർ ഇനി ഒരു നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ AI ഒരു കോൺസെൻട്രേഷൻ ഉണ്ട് എൻ്റെ അടുത്ത്. ബിക്കോസ് AI എന്ന് പറയുന്നത് വെറും തമാശയല്ല അത്. ഇന്നിപ്പം ആർട്ടിസ്റ്റ് അടക്കം പേടിച്ചിട്ടിരിക്കുകയാണ്. കാരണം സിനിമകൾ അങ്ങനെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ജനങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആർട്ടിസ്റ്റുകൾക്ക് വാല്യൂ ഇല്ല. ഇവരുടെ സിമിലർ ആയിട്ടുള്ള ഫേസുകൾ മാത്രം വെച്ചുകൊണ്ട് അവർ ഏകദേശ രൂപം കിട്ടിയാൽ തന്നെ പടം 2 മണിക്കൂറിൻ്റെ പടം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്ര ചിലവില്ല, ഇവരുടെ ബാർഗൈനിങ് പവർ കുറഞ്ഞു. ഇതൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാണത്. അപ്പം അതാണ് ഈ ലോകം ഇപ്പോഴും പോകുന്നത്. പണ്ട് ഫിലിം ഉണ്ടായിരുന്നു, ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ഫിലിം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു റോഡെന്ന് പറഞ്ഞാൽ 400 ഫീറ്റേ ഉള്ളൂ. ഈ 400 ഫീറ്റിന് 12,500 രൂപയാണ് ഗോൾഡിൻ്റെ കൊഡാക്കിൻ്റെ വിലയുണ്ടായിരുന്നു. ഈ 12,500 ഈ സാധനം ഒരു ഹൈ സ്പീഡ് ഷോട്ട്, നിങ്ങൾ ഈ സ്ലോ മോഷൻ എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ ഈ ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 72 ഫ്രെയിംസ് എന്ന് പറഞ്ഞതൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് സ്റ്റാർട്ട് ആക്ഷൻ പറയാൻ പറ്റും. അപ്പോഴത്തേക്ക് എന്ത് പറ്റി, നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 12 ഫീറ്റ് അങ്ങ് പോയി കഴിഞ്ഞിരിക്കുന്നു വേസ്റ്റിൽ. പിന്നുള്ളത് അത് ഷോട്ടും ശരിയായില്ലെങ്കിലോ പോയി 12,000 പോയോ.
ഓക്കെ. അതാണെന്ന് ഡിജിറ്റലായി കൊണ്ടുവന്നിട്ട് നീ എത്രയാണെങ്കിൽ ഷൂട്ട് ചെയ്താൽ അതുണ്ട് ഇവിടെ. ടെക്നോളജിനെ ഉപയോഗിക്കാൻ ടെക്നോളജി തലച്ചോറുള്ള നേതാക്കന്മാർ വരണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവുന്നത്. ഇന്ന് രാജ്യം ഡെവലപ്പ് ആവുന്നു, ഈ റോഡുകൾ ഡെവലപ്പ് ആവുന്നു എന്തുകൊണ്ടാണ്? കറപ്ഷൻ ഇല്ല. കറപ്ഷൻ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഇവിടെ കിട്ടുന്ന റവന്യൂ ഉണ്ട് 99% ഇറ്റ് ഈസ് കമ്മിങ് ഓൺ ടു യു. നിങ്ങളുടെ റോഡിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ എയർപോർട്ടുകളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സീ പോർട്ടിലേക്ക് വരുന്നുണ്ട്, പലയിടത്തും നിങ്ങളുടെ സ്കൂളുകളിലേക്ക്, നിങ്ങളുടെ ഫെസിലിറ്റീസ്, റെയിൽവേ സ്റ്റേഷൻ എല്ലാറ്റിലേക്കും വരികയാണ്. ഇത് വരുന്ന സമയത്ത് എങ്ങനെ വരുന്നു? ഞാൻ കറപ്റ്റഡ് ആണെങ്കിൽ ഞാൻ മാക്സിമം എൻ്റെ വീട്ടിൽ കൊണ്ടിടാൻ നോക്കും. ഓക്കെ, മനസ്സിലായി. അത് ശബരിമലയിലത്തെ സ്വർണ്ണമാണെങ്കിലും ശരി, വേറെ പാലം പണിതിൻ്റെ കോൺട്രാക്ടറിൻ്റെ ആണെങ്കിൽ ഏതാണെങ്കിലും അത് അങ്ങോട്ട് പോകും. ഓക്കെ. നേരെ മറിച്ച് ഇവിടെ ഉള്ളത് എന്താണ്? എനിക്ക് മക്കളുമില്ല, ഭാര്യയില്ല, ഒന്നുമില്ല, എനിക്ക് നാട് തന്നെയാണ് എൻ്റെ ഭാര്യയും മക്കളുമില്ല എന്ന് വിശ്വസിക്കുന്ന നേതാക്കന്മാർ വരുന്ന സമയത്താണ് ഈ പണം കറക്റ്റ് റോട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ സാറേ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഈ പുറത്തു പോകാൻ പറ്റുന്നില്ല, നന്നായിട്ട് പഠിച്ചു, പക്ഷേ ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു യുവതലമുറ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സാറൊരു ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ അവരോട് എന്താ പറയാനുള്ളത്? ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൻ്റെ ഒരു സെറ്റാണോ. നമ്മൾ പെട്ടെന്ന് ഗിവപ്പായി. ഇവിടെയാണ് ഫ്രസ്ട്രേഷൻ തുടങ്ങുന്നത്. നേരെ മറിച്ചൊരു ഫൈറ്റ്, അവൻ വീണു, നീ കാണുമ്പോൾ അവനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവൻ ചിന്തിക്കുകയാണ് ഞാൻ നാളെ എന്ത് മൂവ്. ആ മൂവിലാണ് ഇവൻ്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഉദാഹരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 9ലും 10ലും തോറ്റ് നാട്ടുവിട്ട് ഓടിപ്പോയിട്ടുള്ള ഒരു വ്യക്തി ഒരു പട്ടാളക്കാരനായിട്ട്, സാധാ പട്ടാളക്കാരനായി ചേർന്ന് കഴിഞ്ഞാൽ അവന് നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. ട്രെയിനിങ്ങിലും അത് കഴിഞ്ഞ് യൂണിറ്റിലും ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, മറ്റൊന്നെല്ലാം പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോലും 3 വർഷത്തിനകത്ത് SS 10ാം ക്ലാസ്സും പാസ്സായി, പ്രീ ഡിഗ്രിയും പാസ്സായി, ഓഫീസർ ടെസ്റ്റും പാസ്സാവാൻ പറ്റുമെങ്കിൽ അവിടെയാണ് നമ്മുടെ കംഫർട്ട് സോണിന് നിങ്ങൾ കുറച്ചുകൂടി മാറ്റി വയ്ക്കണം. ഞാൻ ക്ഷീണിച്ചു, എൻ്റെ 10 മണി കഴിഞ്ഞ് എനിക്ക് ഉറങ്ങാം എന്ന് പറഞ്ഞ് 5 മണിക്ക് എഴുന്നേക്കണം എന്ന് പറയുമ്പോൾ ഞാൻ 10 മണിക്കും കയറി കിടന്നാൽ നീ കഴിഞ്ഞു. ഞാൻ വെച്ചാൽ ആ 10 മണിക്ക് ഞാൻ ഫുള്ളി ചാർജ്ഡാണ്, ഇനി എൻ്റെ സമയമാണ്, ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു. ഞാൻ പിന്നെ കിടന്നുറങ്ങുന്നത് 2 മണിക്കായിരിക്കും. ഈ 3 മണിക്കൂർ മതി. അപ്പൊ അന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇന്നത്തെ മേജർ ആക്കുന്നത്. അതിൽ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ചെറുപ്പക്കാരൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ടോർച്ചർ ചെയ്യുന്നു അത്രത്തോളം അത് ടഫാവും. അതാണ് ഒരു കമാൻഡോസിനെ ഇങ്ങനെ അടിച്ച് മെരുക്കി കൊണ്ടുവരുന്നത്. ഹാർഡ് ട്രെയിനിങ് ചെയ്തിട്ട് ഇത്രയും വെയിറ്റ് തലയിൽ നടക്കാൻ പോലും പറ്റില്ല, പക്ഷെ അതെടുത്തിട്ട് ചാടിപ്പിക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരം തങ്ങളുടെ എടുക്കുകയാണ്. അപ്പോൾ ഈ ശരീരത്തിന് ആ ശക്തിയുണ്ട്. നിനക്ക് 3 മണിക്കൂറിൻ്റെ ഉറക്കത്തിൻ്റെ ആ ശീലം ചെറുപ്പക്കാലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ആ സമയം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പൊസിഷനിലെത്തി ഇന്ന് മേജർ തോന്നുമ്പോൾ ഉറങ്ങും. കാരണം എന്താ പറയുക, എനിക്ക് വലിയ ടെൻഷൻ, ഞാനെൻ്റെ ലൈഫ് സെറ്റിലാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഉറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഉറങ്ങാനുണ്ടാവില്ല, പെർമനൻ്റ് മണ്ണിൻ്റെ അടിയിലായിരുന്നു തന്നെ, ആരോഗ്യപരമായിട്ടും മെൻ്റലി എല്ലാം പോകുമായിരുന്നു. പക്ഷെ അന്ന് ആ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടും രാപ്പകലില്ലാതിരുന്ന് പഠിച്ച് ഇത് നേടിയെടുക്കണം. ഈ 9ലും 10ലൊക്കെ തോൽക്കുന്ന വ്യക്തി പിന്നെ ഓരോ പരീക്ഷയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അവിടെയാണ് നമ്മൾ അറിയുന്നത്, ഹാർഡ് വർക്ക് ഹസ് ഗോട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ ഫീലിങ്സ് എന്നുള്ളത്. അതാണ് വരേണ്ടത്. അല്ല നിങ്ങൾ ഫ്രസ്ട്രേഷൻ അടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ കാറിൽ കെട്ടിത്തൂങ്ങി. കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് പെൺകുട്ടികൾ ഞങ്ങൾ കണക്ട് ചെയ്തു. അവർ സ്പോർട്സിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ വോയിസ് ഞാൻ സാറിനെ കേൾപ്പിക്കാം. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. സാർ ഒരു സ്പോർട്സ് പേഴ്സൺ കൂടിയാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒളിമ്പിക്സിനൊക്കെ പോയിട്ട് കപ്പടിച്ച് കഴിയുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് നമ്മളെ അഭിനന്ദിക്കാനുണ്ട്. പക്ഷെ സാറ് കണ്ടതാണല്ലോ, ഒരു പോള് വാങ്ങാൻ പൈസ ഇല്ലാതെ മുള കുത്തിച്ചാടുന്ന കുട്ടികളുണ്ട് ഇവിടെ, നന്നായിട്ട് റാങ്ക് മേടിച്ച്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് സാറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടിയുടെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം, സാറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടി പറയുകയാണെങ്കിൽ. ചേട്ടാ, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹെൽപ്പ് വെച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ മോർണിംഗ് സ്റ്റാർ കോളേജിലാണ് പഠിക്കുന്നത്, അങ്കമാലിയിൽ. അപ്പം ഞാൻ സ്പോർട്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഇവന്റ് ടഗ് ഓഫ് വാർ ആണ്, വടംവലി. അപ്പൊ ഞങ്ങൾക്ക് ഈ വരുന്ന 28-ാം തീയതി മത്സരമാണ്. ഇന്റർ കോളേജിലാണ്, സെന്റ് സേവിയസ് കോളേജ് ആലുവയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. ഇപ്പൊ ഒരു കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ തന്നെയാണ് ചാമ്പ്യൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങൾക്ക് ജേഴ്സിയോ ബൂട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ലൊരു ബൂട്ടൊന്നും ഇല്ല, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ കുറെ ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്തു, ഇങ്ങനെ സ്പോൺസർ കിട്ടുമോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുമോ. പക്ഷേ ഞങ്ങൾക്ക് ആരിങ്ങനെ ആരൊന്നും ചെയ്ത് തന്നിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഹെൽപ്പായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? സാർ, ഇത് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സ്പോർട്സ് അത്ലറ്റ് ആണ്. അപ്പൊ അവർക്ക് പ്രകടമായിട്ട് സഹായങ്ങളൊന്നും കിട്ടണില്ല. അപ്പൊ സാറിന്റെ ഒരു വിഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്ന സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ ഫണ്ട് മാറ്റി വെക്കാൻ പറ്റുന്നുള്ളൂ. അല്ല വെറും ഒരു ഹൈമാസ്റ്റം പൊക്കിയിട്ട് അതിൻ്റെ കോൺട്രാക്ടർക്ക് കുറേ പൈസ കൊണ്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കാണുമല്ലോ, ഹൈമാസ്റ്റ് പൊക്കി, MLA ഫണ്ടിൽ നിന്ന് ഹൈമാസ്റ്റ്, അത് വലിയൊരു തട്ടിപ്പാണ്, അറിയാവുന്നത്. ഈ സാധനത്തിന് എന്ത് വില എന്നുള്ളതും കോൺട്രാക്ട് കൊടുക്കുന്നതും ഞാനതൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുള്ളതാണ്. ബസ് സ്റ്റോപ്പ് പണിയാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊക്കിയിട്ട് അച്ഛൻ്റെ സ്ഥലം ഞാൻ ഇങ്ങനെ വല്ലതും ചെയ്ത് എൻ്റെ പേര് ഞാൻ വെക്കാൻ സമ്മതിക്കില്ല. കാരണം ഇത് എൻ്റെ അല്ല, നിങ്ങളുടെ പൈസയാണത്. ഔദാര്യം കൊടുക്കുന്നതല്ല അത് ജനങ്ങൾക്ക്. ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് മാറണം നമ്മൾ. ഇത് പറയുന്നതല്ല, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. നാളെ എവിടെയെങ്കിലും അറിയാതെ വല്ലവരും കൊണ്ടുവച്ചു, സാറേ എങ്ങനെ സാറിൻ്റെ പേരുണ്ട്, അപ്പം അയച്ചു തരാൻ പറയും. ഇതിപ്പോൾ എന്താണ്, കല്ലിട്ടു, ഒന്നും ആയിട്ടില്ല, അതിന് മുകളിൽ കൊണ്ടിട്ടു, ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാണല്ലേ ഒറ്റയ്ക്കൊക്കെ. അപ്പം ഈ പേരിന് വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യേണ്ടത്. ഈ കുട്ടികളൊക്കെ ഇതിനെന്താണ് ഇപ്പോൾ പ്രശ്നം? എന്താ പറഞ്ഞത്? അവർക്ക് ബൂട്ടും ജേഴ്സിയും വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. ഇതിനെന്തിനാ വടംവലിക്ക് ബൂട്ട്? ഷൂ ഇടാൻ വേണ്ടിയിട്ട്, ആംഗിൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഷൂ ഉണ്ട്. ഇതിനിപ്പോൾ അവരെന്താ ചോദിച്ചത്? അവരൊരു 8000 രൂപയാണ് ചോദിച്ചിട്ടുള്ളൂ. ഒരു 10000 രൂപ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞാ അത് കൊടുത്തു. ഓക്കെ, അത് നീ വാങ്ങിച്ചോണ്ട് പോയിക്കോ. നീ വാങ്ങിച്ചോണ്ട് പോയിട്ട് അടിച്ചു മാറ്റാനല്ലോ. ഞാൻ മേടിച്ചിട്ട് അപ്പം പെമ്പിള്ളേരത്ത് വാങ്ങിച്ച് കിട്ടി പോയിച്ചെന്നുള്ള വോയിസ്. നെക്സ്റ്റ്. ഓക്കെ സാറേ, വികസനത്തിന്റെ വാർത്തകൾ ജനങ്ങളിലേക്ക് ഫോഴ്സ് ചെയ്തിട്ട് എത്തിക്കണോ അതോ അവരറിയണം? അല്ലാതെ ഇപ്പം നമ്മൾ മുഹമ്മദ് റിയാസ് നാഷണൽ ഹൈവേയിൽ പോയി നിന്നിട്ട് ട്രാക്ക് സൂട്ട് ഇട്ട് ചെയ്ത് അത് തന്നെത്താനൊരു കോമാളിയായതല്ലേ. റോഡങ്ങ് പൊളിച്ചപ്പോൾ ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ളതിന് വെറുതെ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് ഉളുപ്പ് വേണമെന്ന്. അപ്പോൾ തന്നെത്താൻ അത് ഇല്ലാതാവുന്ന ഒരു അവസരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരത് മനസ്സിലാക്കണം. ഈ ഉളുപ്പ് സംഭവങ്ങളൊക്കെ ജനങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ട്രോളുകൾ നിങ്ങളുടെ കാതിലോ കണ്ണിലോ കാണുന്നുണ്ടാവില്ല. നമ്മൾ ഇവരൊക്കെ ട്രോളുകൾ കാണുന്നുണ്ട്. സത്യമാണ് ട്രോളുകൾ. അത് ഇവരുടെ ആൾക്കാരൊന്നും ഈ മുഖ്യമന്ത്രിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കില്ല. അവരിതൊക്കെ കണ്ടിട്ട് തന്നെത്താൻ അനലൈസ് ചെയ്യണം. അല്ലാതെ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് മാറിക്കെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരും PR ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവർ നുണ പറഞ്ഞായിട്ട് നീ പറ. നിങ്ങൾക്ക് അദാനിയും അംബാനിയൊക്കെയാണ് പ്രശ്നം. ഓക്കെ, നിതിൻ ഗഡ്കരിയുടെ പിറകിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ 10 വർഷത്തിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്താണെന്നുള്ളതൊന്ന് കാണും. അതിൽ എത്ര കറപ്ഷൻ ചാർജസ് വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറ. ഓക്കെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിതിൻ ഗഡ്കരിനെ നമ്മുടെ മന്ത്രിമാർ ഒരു അംഗീകരിക്കുന്നതാണല്ലോ. അപ്പം നല്ല കാര്യം ചെയ്യുന്നവർക്ക് അംഗീകാരം എപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്നും ഞാൻ പറയുന്നു, നിങ്ങളിവിടെ കേരളത്തിൻ്റെ വളാഞ്ചേരി തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള ഹൈവേയുടെ വലിയ പൊലിപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചതിനകത്ത് അതിൻ്റെ ചെറിയ വളവുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരായിട്ടുള്ള അതൊരു സ്റ്റേറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അത് ഞമ്മൻ്റെ ആളാണ്, ഇത് നമ്മുടെ സുകുമാരൻ നായരുടെ സ്ഥലമാണ്, മറ്റേ സുകുമാരൻ നായരുടെ അല്ല, ഒരു സുകുമാരൻ നായർ അല്ലെങ്കിൽ ഒരു മാധവൻ നായരുടെ സ്ഥലമാണ്, അത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഒന്നുകൂടെ വളച്ചേക്കിട്ട. ചെറിയ വളവുകൾ പല സ്ഥലത്തും ഉണ്ട്. നീ വണ്ടി ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് അതിന് ആ ടേണിങ്ങിൽ വരുന്നത്, ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് ഫീൽ ചെയ്തതാണ്. ടേണിങ്ങിൽ വരുമ്പോൾ വണ്ടി എൻ്റെ തെറിപ്പിക്കുകയാണ് അങ്ങോട്ട്. അതിനകത്ത് ആ സിസ്റ്റം ഉള്ളതുകൊണ്ട് ആ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാതെ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് തെറിപ്പിക്കായിരുന്നത്. കാരണം ആ കറക്റ്റ് ടേണിങ് കിട്ടുന്ന ലാസ്റ്റ് 80 കിലോമീറ്റർ ഞാൻ വെച്ച് അവിടെ അത്രൈസ് ആയിട്ടുള്ള 100 കിലോമീറ്റർ പോകുന്ന സമയത്ത്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ളതുണ്ട്. അത് ഇപ്പോൾ പലയിടത്തും ഇടിയുന്നു, പൊളിയുന്നു, വീഴുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ ആ കോൺട്രാക്ടറുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് നമ്മുടെ ലാൻഡ് കോൺഫിഗറേഷൻ നമുക്കറിയണം. കേരളത്തിൻ്റെ മണ്ണ് എത്ര ലൂസാണ്, എത്ര ഹാർഡാണ്, അതിനുള്ള ബേസ് നിങ്ങൾ ഇട്ട് കൊടുക്കാതെ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് വാൾ എന്ന് പറയുന്നത് അത് ഏത് ആംഗിളിൽ, ഈ ആംഗിളിൽ പൊക്കണോ അതോ ഈ ആംഗിളിൽ പൊക്കണോ? അപ്പോൾ ഈ PR വേണ്ടിയിട്ട് ശരിക്കും ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അതോ വികസനം ചർച്ചയാവണോ? വികസനം ചർച്ച ആയാൽ മതിയല്ലോ. പക്ഷെ അതിന് PR വേണ്ടി ചിലവാക്കുമ്പോൾ എൻ്റെ ഫോട്ടോ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്കത് സുഖം. എനിക്കെൻ്റെ ഭാര്യയും മക്കളെയും കാണിക്കാം, പേരക്കുട്ടികളെ കാണിക്കാം. വേണ്ട മുത്തച്ഛൻ്റെ അല്ല, എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്കുണ്ടല്ലോ പേരക്കുട്ടികളൊക്കെ. അപ്പോൾ കണ്ട, ആ വികസനമല്ല നമുക്ക് വേണ്ടത്. നമുക്കിതൊന്നും ഇല്ലാതെ റോട്ടിലെ ആൾക്കാർ പറയണം. ഞാൻ പറഞ്ഞില്ലേ, പിണറായി സർക്കാരിൻ്റെ വികസന സംഭവങ്ങൾ ചിലത് ചെയ്തിട്ട് നിങ്ങൾ കാണാത്തത് ഞാൻ ചിലത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതിനെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നില്ല ശരിക്കുള്ള സംഭവം. വെറുതെ ഫോട്ടോ കൊടുത്തിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത്, ഇത് ഉദ്ഘാടനം ചെയ്യും.
നിങ്ങൾ ആ ചെയ്തിട്ടുള്ളതിന് കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ. ഇവിടുത്തെ വാട്ടർ മെട്രോ അതിലിപ്പം ബോസായിട്ടിരിക്കുന്ന എൻ്റെ സീനിയറായിട്ടുള്ള ലോക്നാഥ് ബെഹ്റയാണ്. അദ്ദേഹം വന്നതിന് ശേഷം അതിനകത്ത് എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ മെട്രോയിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, മെട്രോ ലോസിൽ ഓടിയിരുന്ന മെട്രോനെ അദ്ദേഹം പ്രോഫിറ്റബിൾ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡെവലപ്മെൻ്റ് ഒരു സൈഡിൽ. അതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ല. പക്ഷെ അത് മന്ത്രിമാരുടെ മാത്രം കഴിവല്ല, അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലെ ഇരിക്കും. ഓക്കെ. അതിനാണ് ഇപ്പം ലോക്നാഥ് ബെഹ്റ അത് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് യെസ് ബിഗ് റോൾ. ഓക്കെ സാർ, അപ്പോൾ ഈ ഒരു നാൾ മുതൽവൻ എന്നൊക്കെ പറയണ പോലെ ഒരു 10 ദിവസത്തേക്ക് മേജർ രവി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ സാർ എന്തൊക്കെ മാറ്റങ്ങൾ, ഒരു 5 കാര്യം? ഞാൻ നേരെ ഹിമാലയത്തിൽ പോയിരിക്കും. കാരണം ഈ 10 ദിവസം കൊണ്ടൊന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. പ്രാക്ടിക്കലായിട്ട് കാര്യം പറയാം, 10 ദിവസം ഒന്നും നടക്കില്ല. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് 2 കൊല്ലം. 2 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള വാക്ക് കൊടുത്താൽ ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ അസംബ്ലിക്കകത്ത് ഒരു പടക്കമായിട്ട് അവിടെ നിൽക്കും ആരാണെങ്കിൽ ശരി, അല്ല വെറുതെ ഒരാളോടെ പോയിരിക്കില്ല. എൻ്റെ നാട്ടുകാർക്ക് പ്രശ്നം എന്നിട്ടൊന്നും നടക്കുന്നില്ല. നാട്ടുകാരോട് പറയും ഐ എം സോറി, ഐ ഫെയിൽഡ്, ഐ വിഡ്രോ എന്നുള്ളതായിരിക്കും. അപ്പൊ അതില്ലെങ്കിൽ ഇനി 5 ദിവസം 10 ദിവസം ഇത് മുതൽവനാത് അതൊന്നും നടക്കില്ല. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനമായിട്ട് സാറേ, ഞാനൊരു കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. സാറിന് ഇപ്പൊ ഇത്ര ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ സാറിന് ഒരു ചെറുപ്പക്കാരനോട് സാറിനോട് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ ചെയ്യാറ്. ഒരു സാധാരണ ചെറുപ്പക്കാരനോട് സാറിന് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്? ഞാൻ ചോദിക്കുന്നത്, മക്കൾ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? നിങ്ങളുടെ ഇന്ന് സൗണ്ട് എന്താ പുറത്തു വരാത്ത? നിങ്ങളൊരു ഹർത്താൽ ദിനത്തിൽ നിങ്ങളിപ്പോൾ ചെറുപ്പക്കാരൻ സാധാരണക്കാരൻ, നീ സാധാരണക്കാരൻ, ഒരു പാർട്ടിയില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നീ മറ്റുള്ളവനെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ അധികാരമല്ലാത്തതും ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് അവൻ്റെ ഗതാഗത സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതും അവൻ്റെ പൗരത്വത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അവൻ്റെ സ്വത്ത് മുതലുകൾ നശിപ്പിക്കുന്നതും കാണുന്ന സമയത്ത് നിന്നെപ്പോലുള്ള ചെറുപ്പക്കാർ എന്താണോ ചെയ്യുന്നത്? തൻ്റെയൊക്കെ കടമ എന്താണ് ഈ രാജ്യത്തോട്? അതോ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കലാണോ? നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെയുള്ള ഈ 4 പേര് ഇറങ്ങിയിട്ട് വടിയും വടിവാളുമായിട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ 4 പേര് ഇരിക്കുന്ന ആ 4 വടിവാളുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ 10 നെഞ്ചു വിരിച്ച് അവിടെ നിൽക്കടാ, ഒരുത്തനും വരില്ല നിങ്ങളുടെ മുമ്പിലേക്ക്. അതാണ് മാറ്റം നിങ്ങൾ കൊണ്ടുപോകും. അതിന് മുമ്പിൽ കൂടെ മേജർ ഉണ്ടായിരിക്കും, മേജർ ഇവിടെ നിൽക്കും. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇതുവരെ ഇറങ്ങിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇത് എൻ്റെ കൈവിട്ടു പോയിക്കളയും. നമ്മുടെ അവസാനം ഒരു ദിവസം വരും, ഇതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ലെവൽ വരുന്ന എപ്പോഴാണെന്നറിയും. ഇത് പണ്ടിറങ്ങി പിറ്റൊന്നും നേരമില്ല. അപ്പോൾ ഒരു വരവുണ്ടായിരിക്കും. ആ വരവിലെല്ലാം കുട്ടിക്കലാശം കഴിഞ്ഞ് ഞാനും അതും എൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. അപ്പം എന്താ കഴിയുന്നത് നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കും, ഉണ്ടായിരിക്കും. കാരണം എൻ്റെ പ്രായമല്ലടോ അതിന് നിങ്ങളെപ്പോലുള്ളവരാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ പ്രായത്തിൽ ഞാനൊക്കെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിന്നിട്ടുണ്ട്. രാജ്യം ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്ത സമയത്തും വാളണ്ടിയറായിട്ട് നിന്നിട്ടുണ്ട്. ഐ ആം റെഡി സാർ എന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ചെറുപ്പക്കാരിൽ ആ ഒരു ഊർജം കാണുന്നില്ല? അതോ നിങ്ങളുടെ ഊർജത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ഭരണം പേടിപ്പിച്ചിട്ട്? നിങ്ങൾ ഭയപ്പെടരുത്, ന്യൂട്രലായിട്ട് നിൽക്കണം. അതിന് നിങ്ങൾക്കൊരു അനീതി കണ്ടു കഴിഞ്ഞാൽ, അതൊരു പെൺകുട്ടിയോടാണെങ്കിലും ശരി, ഒരു സമൂഹത്തോടാണെങ്കിലും ശരി, കൂടെയുള്ള സഹപാഠികളോടാണെങ്കിലും ശരി, ചോദിക്കാനുള്ള. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായി, അനീതി ഉണ്ടായി, അതിനെതിരെ ഒരു യുവാവിന്റെ കൈ പൊങ്ങി, ജാതിക്കെതിരെ മതത്തിനെതിരെ ഒരു യുവാവിന്റെ കൈ പൊങ്ങി കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യുന്നതിന്റെ മൂക്കിടിച്ച് വരുത്തി കഴിഞ്ഞാൽ അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മേജർ രവി മുമ്പിൽ ഉണ്ടാവും. അവന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് പറഞ്ഞത്. ഇവിടെ നമുക്കൊരു നിയമം എന്നുള്ളൊരു സംഭവം. പക്ഷെ ആ നിയമം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ശരീരത്തിന് എന്തെങ്കിലും അപകടം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ആളെ വെടിവെക്കാൻ പോലുമുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ ആ വെടിവെച്ചിട്ട് അവനെ കൊള്ളാതെ അവനെ ഓടുകയാണെങ്കിൽ പിന്നെ അവനെ വെടിവെക്കാൻ പാടില്ല. അപ്പൊ നിയമത്തിന്റെ അണ്ടറിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമത്തിന് അണ്ടറിൽ നിന്നുകൊണ്ട് തന്നെ നിന്നെ ആക്രമിക്കാൻ വരുന്ന ഒരുത്തനെ നിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നിനക്ക് തിരിച്ചടിക്കാനും തിരിച്ച് വെട്ടാനോ കുത്താനോ ഉള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ വെട്ടൊന്നും മാറി അവൻ ഓടി, പിന്നെ നിനക്ക് പിറകെ പോയിട്ട് ഓടിക്കാനുള്ള അവകാശമില്ല. അപ്പം അതുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ആദ്യം പഠിച്ചുകൊണ്ട് ഇതിൽ നിന്നുകൊണ്ട് പിന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യും. പ്രതികരണ ശേഷിയുള്ള ഒരു യുവജനതയ്ക്ക് മാത്രമാണ് ഈ സമൂഹത്തിനെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് സാർ ഉറച്ചു വിശ്വസിക്കുന്നു. ഉറപ്പുണ്ട്. അങ്ങനെയുള്ള യുവജനത്തിന്റെ കൂടെ അതെന്നും ഞാനുണ്ടായിരിക്കും. ലുക്ക് ഇല്ലെന്നുള്ളൂ,
ഇപ്പോഴും മനസ്സ് എങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ആഹ്വാനം ചെയ്യില്ല. പക്ഷേ നിന്റെ ശരീരത്തിന് അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവൻ്റെ ശരീരത്തിന് ജീവന് അപകടം വരുന്ന സമയത്ത് നിയമം പറയുന്നുണ്ട് നിനക്ക് റിട്ടാലിയേറ്റ് ചെയ്യാം, തോക്കുണ്ടെങ്കിലും വെടിവെക്കാം. പക്ഷെ ആ വെടിവെപ്പും കഴിയുന്നതും പറഞ്ഞിരിക്കുന്നത് ഹേർട്ട് ഹിം ആസ് എ ഡിറ്ററൻറ്റ് ഫോഴ്സ് എന്നുള്ളതാണ്. അതാണ് കാലിൽ വെടിവെച്ചാലൊന്നും കൊള്ളില്ല. ഇത്രയുള്ള കാലിന് മുകളിലേക്ക് വെടിവെക്കുക അത്രയും വലിയ ഇവിടെ ഒളിമ്പിക് ഷൂട്ടേഴ്സൊന്നുമല്ല. ഏകദേശം ആ ഏരിയ നോക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവൻ രക്ഷപ്പെട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ പിറകിൽ രണ്ടാമത് വെടിവെക്കരുത്. ഓക്കെ, അങ്ങനെ വന്നാൽ നീ കുറ്റവാളിയാണ്. ഓക്കെ, ഗ്രേറ്റ്. കാരണം നിന്നിൽ നിന്ന് ഓടുന്ന ആ അപകടം പിന്നെ നീ ചേസ് ചെയ്യും. അപ്പോൾ ഒരു യുവാക്കളുടെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു കമാൻഡിംഗ് ഓഫീസറിന്റെ വാത്സല്യത്തോടു കൂടി കേരള യുവജനതയെ എന്നും മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് മേജർ രവി ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ് ഈ കൈൻ്റെ ഉള്ളിൽ പിടിക്കാൻ എനിക്ക് സാധിക്കും. കാരണം എനിക്കറിയാം അവരെനിക്ക് കൂടെ നിൽക്കുമെന്നുള്ളത്. ഓക്കെ, അതിനെന്താ വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതിന് രാഷ്ട്രീയം നോക്കാതെ മേജർ രവി ഉണ്ടാവും. അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ എൻ്റെ രാഷ്ട്രീയക്കാരായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർ ഈ രാഷ്ട്രീയം നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് അവന് സമൂഹത്തോട് ബാധ്യതയൊന്നുമില്ല, പാർട്ടിയോട് ബാധ്യത. ഞാൻ എൻ്റെ പാർട്ടിക്കാരോട് ഞാൻ പറയും പാർട്ടിയോട് ബാധ്യത ഫൈൻ, പക്ഷേ ഈ സമൂഹത്തിനോട് നിങ്ങൾക്ക് ഒരു ബാധ്യത ഉണ്ടായിരിക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാറേ. വലിയ കാര്യമായി. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് സാറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ചെന്ന സമയത്ത് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോ ബിൽഡപ്പ് ഒന്നും ഉണ്ടാക്കണം. ഞാൻ ഒരാൾക്ക് ഒരു പേടിയില്ല. അപ്പോ ഞങ്ങൾക്ക് അപ്പോ സാറ് ഞങ്ങൾക്ക് ഫുഡ് മേടിച്ച് തന്നിട്ട് ഞങ്ങളെ ഏറ്റവും ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പക്കാരെ വീട്ടിൽ തന്നെ പാത്രം കഴുകാൻ മടിയുള്ളവരാണ്. അപ്പോൾ സാറ് ഞങ്ങൾ കഴിച്ച പാത്രം അവിടെ വെച്ചേരടാ എന്ന് പറഞ്ഞിട്ട് സാറ് നൈസായിട്ട് പോയിട്ട് ഞങ്ങൾ കഴിച്ച പാത്രം കഴുകി വെച്ച് കേട്ടു. ഇപ്പോൾ മേജർ രവിനെ സോഷ്യൽ മീഡിയയിലൂടെ സിനിമയിൽ എന്നിട്ടും നിനക്ക് വന്നിട്ട് എന്റെ കൈ പിടിക്കാൻ തോന്നിയില്ലല്ലോ. അല്ല, ഞാൻ ദൂരെ നിന്നാ കണ്ടേ. വേറെ പറഞ്ഞ ചെറുപ്പക്കാരുടെ പ്രശ്നം എന്താണ്, ഞാൻ എന്തിനാ ചെയ്ത് എന്നാലെങ്കിലും നാണം കെട്ടവനെ വാങ്ങിച്ച് കഴുകടാന്ന് വിചാരിച്ചിട്ടാണ് നീ കഴുകില്ല. അല്ല സാറ് തിരിഞ്ഞേക്കായിരുന്നു, ഞാൻ ദൂരെ നിന്നാ കണ്ടേ. അടുത്ത പ്രാവശ്യം അമ്മയെ കാണട്ടെ ഞാൻ എന്തെങ്കിലും ഞാൻ പറയാം. ഞാനിപ്പോ പാത്രം കഴുകും. വെരി ഗുഡ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാ അത് പാത്രം കഴുകലല്ല ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് കണ്ടത്. സാറ് ഞാൻ എൻ്റെ മേജർ രവീസ് അക്കാഡമിയിലെ പിള്ളേരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആൺകുട്ടികളാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പല അമ്മമാരും നിങ്ങളെ പാത്രം പോലും എടുക്കാൻ സമ്മതിക്കില്ല. മക്കളെ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ ആ വാഷ് ബേസിനിലെങ്കിലും കൊണ്ടിട്ട്. അത് അത്രയും സഹായമായിരിക്കും എൻ്റെ അമ്മയ്ക്ക്. പല കുട്ടികളും അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പലരും ഇപ്പോൾ പാത്രം കഴുകി വിട്ടു വെച്ചിട്ട് അവരുടെ അച്ഛനമ്മമാരെ പിന്നെ സെമിനാറിനൊക്കെ വരുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ സാറേ അവനവൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കുന്നത്, അത് കേൾക്കുമ്പോൾ സുഖമല്ലേ. അതാണ് ഞാൻ ചെയ്തത്. നീ നേരെയില്ല, ഞാൻ നേരെ. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഒപ്പം സംസാരിക്കുകയും ഒരു മുതിർന്ന അധ്യാപകനെ പോലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ പോലെയൊക്കെ നമ്മളോട് സംസാരിക്കുകയും ചെയ്ത മേജർ രവി സാറിന് താങ്ക് യു. Wish you all the best for your first podcast and go ahead. God bless you. Thank you, sir. Jai Hind. Jai Hind.